ഹലോ, നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പുതിയ ടോപ്പിക്ക് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ്. എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു വെരി വാസ്റ്റ് ടോപ്പിക്കാണ്. ഒരുപാട് കൺസെപ്റ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രോബ്ലംസ് ആണ് ഇമ്പോർട്ടൻറ്റ്. എങ്ങനെ പ്രോബ്ലംസ് ടാക്കിൾ ചെയ്യാം എന്നതാണ് നമ്മൾ കൂടുതലായിട്ട് അറിയേണ്ടത്. കാരണം എന്താണ് ഈഗൻ വെക്റ്റർ, എന്താണ് ഈഗൻ വാല്യൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഭയങ്കര മൾട്ടി ഡയമെൻഷണൽ, വളരെ വളരെ സങ്കീർണമായ രീതിയിലേക്ക് ഇത് മാറും. പക്ഷെ അതിൽ നിന്നൊന്നും നമുക്ക് ചോദ്യങ്ങൾ വരത്തില്ല. നമുക്ക് ചോദ്യങ്ങൾ വരുന്നത് ഇങ്ങനെ ഒരു മെട്രിക്സ് തന്നെങ്കിൽ ഇതിൻ്റെ ഈഗൻ ഫാക്ടർ കണ്ടുപിടിക്കുക, ഈഗൻ വാല്യൂ കണ്ടുപിടിക്കുക, ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നമ്മൾ മാത്തമാറ്റിക്സിൽ ചെയ്യാൻ പോകുന്ന ഒരു പ്രോസസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അത് നമ്മൾ നോക്കുന്നത് 2014 തൊട്ട് ഇതുവരെയുള്ള ഈ വർഷം, ഇപ്പം കഴിഞ്ഞ വർഷം വരെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ അനലൈസ് ചെയ്തിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ടൈപ്പ് ഓഫ് ഫോർമുലാസ്, ചോദിക്കാൻ സാധ്യതയുള്ള ടൈപ്പ് ഓഫ് എങ്ങനെയൊക്കെ. അത് കൂടുതലും ഫോർമുല ബേസ്ഡ് അല്ല, ഇത് കൂടുതലും നമ്മളെന്താ പറയുക, സ്റ്റെപ്പ് ബേസ്ഡ് ആണ്. ഇങ്ങനെ ചെയ്യണം, പിന്നെ ഇങ്ങനെ ചെയ്യണം, പിന്നെ ഇങ്ങനെ ചെയ്യണം, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്ത് തന്നെ പോകണം. അപ്പോൾ ആദ്യം മുതലേ പ്രോബ്ലംസിൻ്റെ ഒരു ആസ്പെക്റ്റിൽ നിന്ന് പഠിച്ചാലേ പറ്റത്തുള്ളൂ. നമ്മളിപ്പോൾ എഞ്ചിൻ പഠിച്ചൊക്കെയാണെങ്കിൽ എഞ്ചിനൊക്കെ ഒരുപാട് കൺസെപ്റ്റ് ഉണ്ട്. കാരണം കൺസെപ്റ്റിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും, അതിനകത്ത് ഫോർമുലാസ് അറിയാമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പ്ലഗ് ഇൻ ചെയ്ത് ആൻസർ കിട്ടും. ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ട്വിസ്റ്റ് ഉണ്ടാവുമെങ്കിൽ ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. നമുക്ക് ഒരു ഫോർമുല അറിയാമെന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഇതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് മാത്തമാറ്റിക്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് എങ്ങനെ അത് ചെയ്തെടുക്കാം, എങ്ങനെ അതിൻ്റെ ആൻസർ എടുക്കാം, ആ ഒരു ആസ്പെക്റ്റിലായിരിക്കും നമ്മൾ പഠിക്കുന്നത്. അത് നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ മനസ്സിലാവും. നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാം, ഇപ്പം ലീനിയർ അൽജിബ്ര എന്ന് പറയുന്ന ഒരു സംഭവത്തിൻ്റെ ഒരു ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു വലിയ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ നമുക്ക് അത്രയും വലിയൊരു ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു ആവശ്യം നമുക്ക് ഈ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇല്ല. നമുക്ക് ചോദിക്കുന്നത് 50 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും കംപ്ലീറ്റ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിൽ നിന്ന്. അതും എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിൽ ചില വിഷയങ്ങൾ ചില ബ്രാഞ്ചസിന് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അങ്ങനെ മെക്കാനിക്കൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നമ്മളെല്ലാം കവർ ചെയ്യും, ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും കവർ ചെയ്യും. പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾ ആ ഒരു ഫോക്കസ് എപ്പോഴും എക്സാം പെർസ്പെക്റ്റീവിലായിരിക്കും എന്ന് ഓർക്കുക. അപ്പോൾ നമുക്ക് മിനിമം ടൈമിൽ മാക്സിമം തിങ്സ് കവർ ചെയ്യാൻ പറ്റും. മാക്സിമം തിങ്സ് ഞാൻ ഉദ്ദേശിക്കുന്നത് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാക്സിമം തിങ്സ്. ഹൈ കോസ്റ്റ് ബെനിഫിറ്റ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു ലക്ഷ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ്. ഇനി ഫസ്റ്റ് ഓഫ് ഓൾ ലീനിയർ അൽജിബ്ര, നമുക്ക് മെട്രിക്സ്, സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഓവറോൾ ധാരണ ഉണ്ടാവും എന്നറിയാം. കാരണം നമ്മൾ പ്ലസ് ടുവിലാണ് മെട്രിക്സ് എന്നാണ് എനിക്ക് തോന്നുന്നത്. +2 തൊട്ട് നമ്മൾ മെട്രിക്സ്, ഡിറ്റർമിനൻസ് ഒക്കെ പഠിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എന്താണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻസ്, അത് നമുക്ക് പഠിക്കാം. ആ ടൈപ്പ് ഓഫ് കൺസെപ്റ്റ്സ് നമുക്ക് മനസ്സിലാക്കാം. എന്നിട്ട് അതെങ്ങനെ അങ്ങനത്തെ പ്രോബ്ലംസ് ചെയ്യാമെന്ന് മനസ്സിലാക്കാം. അതിൻ്റെ സാമ്പിൾ പ്രോബ്ലംസ് നമ്മൾ ചെയ്ത് കാണിക്കും. അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യൻ ബാങ്കിനകത്ത് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് നമ്മുടെ ഒരു അജണ്ട. സോ വി വിൽ സ്റ്റാർട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഡിറ്റർമിനൻറ്റ്. മെട്രിക്സ് ഉണ്ടെങ്കിൽ ആ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാൻ എല്ലാവർക്കും അറിയാം. ഞാനത് പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിറ്റർമിനൻസ് ഉണ്ടെങ്കിൽ ആ ഡിറ്റർമിനൻസിൻ്റെ പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻറ്റ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, വിൽ സി. ഡിറ്റർമിനൻറ്റ് സ്ക്വയർ മെട്രിക്സിന് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, ഡിറ്റർമിനൻറ്റ് ഓഫ് IN എന്ന് പറഞ്ഞാൽ അറിയാമോ, ഐഡന്റിറ്റി മെട്രിക്സ്. ഐഡന്റിറ്റി മെട്രിക്സ് എങ്ങനെ എഴുതുന്നത്? 1 0 0 1, അല്ലെങ്കിൽ 3/3 മെട്രിക്സ് ആണെങ്കിൽ 1 0 0 0 1 0 0 0 1. ഇതാണ് ഐഡന്റിറ്റി മെട്രിക്സ്. അപ്പം ഐഡന്റിറ്റി മെട്രിക്സിന്റെ ഡിറ്റർമിനൻറ്റ് 1 ആയിരിക്കും. നമുക്ക് ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാനും കൂടെ ശ്രമിക്കാമല്ലോ ഇതിനകത്ത്. അപ്പം നമുക്ക് ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാൻ ഞാൻ പഠിപ്പിച്ചില്ലെന്നായില്ല. ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ നോക്കിക്കോ എങ്ങനെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുന്നതെന്ന്. നമ്മൾ ഫസ്റ്റ് ഇതെടുക്കുന്നു. ഓക്കെ, 1 ഇൻറ്റു ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്ന 1 ഇൻറ്റു 1 1 മൈനസ് ഓഫ് ഇത് മൾട്ടിപ്ലൈ ചെയ്തത് 1 മൈനസ് 0. ഓക്കെ, പ്ലസ് 0 ഇൻറ്റു ഈ രണ്ടാമത്തെ സ്ഥാനം, ഇത് രണ്ടും നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് 0 ഇൻറ്റു 1 മൈനസ് 0 ഇൻറ്റു 0, അപ്പോൾ 0 തന്നെ വരുള്ളൂ. ഓക്കെ, അതുപോലെ സോറി, ഇവിടെ പ്ലസ് കഴിഞ്ഞ് ഇവിടെ മൈനസ് ആണ്. ഓക്കെ, അടുത്തത് വീണ്ടും പ്ലസ്, വീണ്ടും 0 ഇങ്ങനെ ചെയ്തിട്ട് 0 ഇൻറ്റു 0 മൈനസ് 0 ഇൻറ്റു 1, അതും 0. അങ്ങനെ നമുക്ക് ആൻസർ 1 കിട്ടും. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുന്നത്. അത് നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. അത് നമ്മൾ കൂടുതൽ പഠിക്കേണ്ട കാര്യമില്ല. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരാളായിരിക്കില്ല നിങ്ങളെന്നുള്ള കാര്യം എനിക്കറിയാം. സോ നമുക്ക് പ്രോപ്പർട്ടി ഡിറ്റർമിനൻറ്റിനകത്ത് നമ്മൾ ഓർക്കേണ്ട പോയിന്റ്സ്: ഒന്ന്, ഡിറ്റർമിനൻറ്റ് ഓൺലി സ്ക്വയർ മെട്രിക്സിന് മാത്രമേ ഡിഫൈൻ ചെയ്യുള്ളൂ. അടുത്തത്, ഡിറ്റർമിനൻറ്റ് ഓഫ് IN എന്ന് പറയുന്ന സാധനം 1 ആണ്. ഓക്കെ, അടുത്തത് ഡിറ്റർമിനൻറ്റ് ഓഫ് KA എന്ത്?
k റൈസ് ടു n. ഇപ്പം n എന്ന് പറഞ്ഞപ്പം എത്ര, ഇപ്പം ഞാൻ എന്താ പറയുക 3/3 മെട്രിക്സ് എന്ന് നോക്കിയാൽ 3/3 മെട്രിക്സിന് n 3 ആയിരിക്കും, 4/4 മെട്രിക്സിന് n 4 ആയിരിക്കും. അതുപോലെ ഡിറ്റർമിനന്റ് ഓഫ് k ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് എ എന്ന് പറയുന്ന മെട്രിക്സ് ഇതാണെന്ന് വയ്ക്കുക, 1 1 1 1 1 1 1 1 1 ആണെന്ന് വയ്ക്കുക. അപ്പം k ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ k k k k k k അങ്ങനെയുള്ള വാല്യൂ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനന്റ് എടുക്കുന്നത് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? നമ്മൾ k റൈസ് ടു 3 ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ. സി അത് ഓർക്കുക. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് k ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ k റൈസ് ടു n ഡിറ്റർമിനന്റ് ഓഫ് എ എന്നുള്ള ഒരു ഫോർമുലയുണ്ട്, അത് പഠിക്കുക, മനസ്സിലാക്കുക. ഓക്കെ, അത് ഒരു ഇക്വേഷൻ. ഫൈൻ. അത് കഴിഞ്ഞ് ഇനി രണ്ട് റോകളോ സ്വാപ്പ് ചെയ്യുമ്പോൾ ഡിറ്റർമിനന്റ് സൈൻ മാറും. അതായത് ഞാൻ ഇങ്ങനെ വന്നിട്ട് എനിക്ക് ഇങ്ങനെ 3 റോ ഉണ്ടെന്ന് വയ്ക്കാം. ഓക്കെ, ഇത് എ റോ, ഇത് ബി റോ, ഇത് സി റോ. ഞാൻ ഈ റോനെ മാറ്റിയിട്ട് ബി മേലെ എഴുതി എ താഴെ എഴുതിയിട്ട് സി ഇവിടെ ഇട്ടുന്നാൽ എനിക്ക് ഇപ്പം ഇതിന് കിട്ടുന്ന ഡിറ്റർമിനന്റ് ഉണ്ടെങ്കിലോ അതിൻ്റെ മൈനസ് ആയിരിക്കും ആൻസർ കിട്ടുക. ഈ രണ്ടെണ്ണം സ്വാപ്പ് ചെയ്തല്ലോ, എയും ബിയും സ്വാപ്പ് ചെയ്ത് ബിയും സിയും സ്വാപ്പ് ചെയ്ത് എന്ത് സംഭവിക്കും? മൈനസും കൂടെ ആയിട്ട് അത് വീണ്ടും പഴയ ഒരു വാല്യൂ ആയിട്ട് മാറും. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ട് റോൾ സ്വാപ്പ് ചെയ്താൽ ഡിറ്റർമിനന്റ് സൈൻ മാറും. ഓക്കെ, ഉദാഹരണം 1 0 0 1 എന്ന് പറഞ്ഞ സാധനത്തിന്റെ ഞാൻ റോ സ്വാപ്പ് ചെയ്തെന്ന് നോക്കിയാൽ അപ്പം 0 1 1 0 ആണ്. അപ്പം ഇതിന്റെ ഡിറ്റർമിനന്റ് 1 ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ഇതിന്റെ ഡിറ്റർമിനന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ -1 ആയി. ഓക്കെ, അതാണ് നമ്മൾ പറയുന്ന 2 റോസ് അല്ലെങ്കിൽ കോളംസ്. 2 റോസ് മാത്രമല്ല, കോളംസ് സ്വാപ്പ് ചെയ്തത് വരും. 2 റോസ് അല്ലെങ്കിൽ കോളംസ് സ്വാപ്പ് ചെയ്താൽ ഡിറ്റർമിനന്റ് സൈൻ മാറും എന്നുള്ള കാര്യം ഓർക്കണം. അടുത്തത് ഡിറ്റർമിനന്റ് ഓഫ് ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് ഡയഗണൽ എലമെന്റ്സ് ആയിരിക്കും. എന്താണ് ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? ഈ 3 പ്ലേസസിൽ ഉണ്ടാവും, 1 2 3 ഉണ്ടാവും. എന്നിട്ട് ബാക്കി എല്ലാം 0 ആണെങ്കിൽ നമുക്കതിനെ എന്ത് വിളിക്കാം? ഡയഗണൽ മെട്രിക്സ് എന്ന് വിളിക്കാം. ഓക്കെ, ഇനി മേളിൽ മാത്രമേ 0 ഉള്ളൂ, താഴെ നമ്പർ ഉണ്ട് 4 5 6 ആണെങ്കിൽ അത് ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. അതുപോലെ തന്നെ ഇവിടെ 0 ആണ്, ഇവിടെ വേറെ നമ്പേഴ്സ് ഉണ്ട് എങ്കിലും നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? അതിനെ എന്താണെന്ന് വിളിക്കാൻ പറ്റും? ഒരു ട്രയാങ്കുലർ മെട്രിക്സ് വിളിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു ട്രയാങ്കുലർ മെട്രിക്സ് ആണെങ്കിലും ഡയഗണൽ മെട്രിക്സ് ആണെങ്കിലും അതിൻ്റെ ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് ഡയഗണൽ എലമെന്റ്സ് ആയിരിക്കും. അതായത് ഇതിൻ്റെ ഡിറ്റർമിനന്റ് എടുത്താൽ അത് 1 × 2 × 3 ആയിരിക്കും. ഓക്കെ, അടുത്തത് ഡിറ്റർമിനന്റ് ഓഫ് എ ട്രാൻസ്പോസ് ഡിറ്റർമിനന്റ് ഓഫ് എ തന്നെയായിരിക്കും. അതായത് ഇതിൻ്റെ ഡിറ്റർമിനന്റ് നമ്മൾ എടുക്കുന്ന അത് തന്നെ നമ്മൾ തിരിച്ചെടുക്കുകയാണ്. അതായത് ഈ റോനെ കോളം ആക്കും 1 4 5 ഓക്കെ 0 2 6 ആൻഡ് 0 0 3 ഇത് എന്ന് പറഞ്ഞാലും അപ്പോൾ ഇതിനെ ട്രാൻസ്പോസ് ചെയ്താലും ഇതിൻ്റെ ഇത് 6 തന്നെ ആയിരിക്കും, മാറത്തില്ല, ഡിറ്റർമിനന്റ് മാറത്തില്ല. ഓക്കെ, അതുപോലെ ഒരു ഡിറ്റർമിനന്റ് ഉണ്ട്, അതിന് ഡിറ്റർമിനന്റ് ഉണ്ട്, ആ രണ്ട് നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞാൽ ഡിറ്റർമിനന്റിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ തുല്യമായിരിക്കും. 1 2 3 4 ഇൻറ്റു 2 3 4 5 ഇതിൻ്റെ ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ 1 2 3 4 ഡിറ്റർമിനന്റ് ഇൻറ്റു 2 3 4 5 ഡിറ്റർമിനന്റ്. ഓക്കെ, ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം, എങ്ങനെയാണ് നമ്മൾ രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക, അതായിരിക്കും ഫസ്റ്റ് എലമെന്റ്. നമുക്ക് ഒത്തിരി കൂടെ വലുതായിട്ട് എഴുതാം. എ ബി സി ഡി ഇ എഫ് ജി എച്ച് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം നോക്കിക്കോ. ഫസ്റ്റ് എലമെന്റ് എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ഇ പ്ലസ് ബി ഇൻറ്റു ജി, ഇത് ആണ് ഫസ്റ്റ് വരുന്നത്. ഓക്കെ, രണ്ടാമത് എന്ത് വരും? എ ബിയും എഫ് ജിയും കൂടെ, അതായത് എ എഫ് പ്ലസ് ബി എച്ച്. ഓക്കെ, അടുത്തത് സിയും ഇ ജിയും കൂടെ, സി ഇ പ്ലസ് ഡി ജി. ഓക്കെ, അടുത്തത് സി ഡിയും എഫ് എച്ചും കൂടെ, സി എഫ് പ്ലസ് ഡി എച്ച്. ഇങ്ങനെയായിരിക്കും നമ്മൾ രണ്ട് മെട്രിക്സുകളിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന കാര്യം കൂടെ മനസ്സിലാക്കിക്കോളാം. അപ്പോൾ അതാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്ക് നമുക്ക് ആവശ്യമുള്ളത്. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. Given that the determinant of matrix
ഇത് ഈസ് ഈക്വൽ ടു -12 ഡിറ്റർമിനന്റ് ഓഫ് മെട്രിക്സ് ഇതാ ചോദിച്ചേക്കുന്നത്. ഇതൊന്നും പറഞ്ഞ നമ്പർ ഈ ഒരു മെട്രിക്സിനെ നമ്മൾ എല്ലാ എലമെന്റ്സിനെയും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇതാവും. അപ്പം ഈ കേസിൽ k എന്ന് പറഞ്ഞ വാല്യൂ 2 ആയിരിക്കും. ഓക്കെ, n എന്ന് പറഞ്ഞാൽ എന്താണ് 3 × 3 മെട്രിക്സ് ആയതുകൊണ്ട് n 3 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ഡിറ്റർമിനന്റ് ഓഫ് k × a ഈസ് ഈക്വൽ ടു k റൈസ് ടു n ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് a. ഓക്കെ, ഡിറ്റർമിനന്റ് ഓഫ് a നമുക്കറിയാം -12 ആണ്. അപ്പോൾ k റൈസ് ടു എന്ന് പറഞ്ഞാൽ k 2 ആണ്, 2 റൈസ് ടു 3 ആവും, 8 ആവും. 8 ന് -12 -96 ആയിരിക്കും ഇതിന്റെ ആൻസർ. ഓക്കെ, യാ, അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ. അത് നമ്മുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ലീനിയർ അൽജിബ്ര. നമ്മളിപ്പോൾ കഴിഞ്ഞു. അടുത്തൊരു ടോപ്പിക്ക്, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് ഏഗൻ വാല്യൂ ഏഗൻ വെക്ടറുകളാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ നമുക്കത് കണ്ടുപിടിക്കാം, നമുക്ക് എങ്ങനെ ഏഗൻ വാല്യൂ കണ്ടുപിടിക്കാം, എങ്ങനെ ഏഗൻ വെക്ടർ കണ്ടുപിടിക്കാം, അങ്ങനെയുള്ള രണ്ട് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. ഒരു 2 × 2 മെട്രിക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഉദാഹരണം A = ABCD എന്ന് പറയുന്ന ഒരു 2 × 2 മെട്രിക്സ് ഉണ്ട്. Now to find eigen value ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാം. ഈ ഇക്വേഷൻ a മൈനസ് ലാംഡ ഐ എന്ന് പറയുന്ന ഇക്വേഷൻ്റെ ഡിറ്റർമിനന്റ് ഈസ് ഈക്വൽ ടു 0 ആവുന്ന ആ ഒരു ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുക. അപ്പോൾ എന്താ സംഭവം നടക്കുന്നത് നോക്കിക്കോ. a മൈനസ് ലാംഡ ബി സി ഇൻറ്റു ഡി മൈനസ് ലാംഡ. ഓക്കെ, ഇതിൻ്റെ ഡിറ്റർമിനന്റ് 0 ആയിരിക്കും. അതായത് എന്താ, ഇത് മാറി എങ്ങനെ വരും, a മൈനസ് ലാംഡ 2/2 മെട്രിക്സിന് ഡിറ്റർമിനന്റ് എടുക്കാൻ നോക്കിക്കോണം. എങ്ങനെയാണ് നേരത്തെ നമ്മൾ 3/3 പഠിച്ച് 2/2 എങ്ങനെ പഠിക്കാൻ നോക്കിക്കോ. a മൈനസ് ലാംഡ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി ഇൻറ്റു ഡി മൈനസ് ലാംഡ. ഓക്കെ, മൈനസ് ബി സി ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി ഇത് സോൾവ് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി അങ്ങനെയല്ല, ഇങ്ങനെ ചെയ്യുന്നത് ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട് നമുക്ക് അത് നമ്മൾ സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇക്വേഷനാണ് കിട്ടുക. ഇതാണ് ആ ഇക്വേഷൻ. ലാംഡ സ്ക്വയർ മൈനസ് ട്രേസ് ഓഫ് എ ഇൻറ്റു ലാംഡ പ്ലസ് ഡിറ്റർമിനന്റ് ഓഫ് എ. അപ്പോൾ ആദ്യം കിട്ടിയ മെട്രിക്സ് ഉണ്ടെങ്കിൽ ആ മെട്രിക്സിന് ട്രേസ് ആദ്യം കണ്ടുപിടിക്കുക. ട്രേസ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ഡയഗണൽ എലമെന്റ്സ്. എയും ഡിയും കൂടെ സം ചെയ്താൽ അത് ട്രേസ് ആവും. ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം എ ഡി മൈനസ് ബി സി. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു മെട്രിക്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏഗൻ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്, ആദ്യമേ നമുക്ക് ഈ ഒരു ഇക്വേഷൻ എഴുതാം. ലാംഡ സ്ക്വയർ മൈനസ് ട്രേസ് ഓഫ് എ ഇൻറ്റു ലാംഡ പ്ലസ് ഡിറ്റർമിനന്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ എഴുതാം. അപ്പോൾ ഈ കേസിൽ ട്രേസ് ഓഫ് 2 × 2 മെട്രിക്സ് എന്താണ്, a പ്ലസ് ഡി ആണ്. നമ്മൾ പറഞ്ഞു a പ്ലസ് ഡി ആണ്. ഡിറ്റർമിനന്റ് ഓഫ് 2 × 2 മെട്രിക്സ് എ ഡി മൈനസ് ബി സി ആണ്. ഓക്കെ, എ ഡി മൈനസ് ബി സി ആണ്. എന്നിട്ട് നമ്മൾ ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാം. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാം. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിരിക്കും. നമുക്ക് ലാംഡയ്ക്ക് 2 വാല്യൂസ് കിട്ടും. ഓക്കെ, ലാംഡ 1ഉം ലാംഡ 2 അങ്ങനെ 2 വാല്യൂസ് നമുക്ക് കിട്ടും. അത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു സംഭവം നമ്മൾ പറഞ്ഞല്ലോ a മൈനസ് ലാംഡ ആയി, അതങ്ങോട്ട് ചെയ്യുക. അത് ലാംഡ 1 വെച്ചും ചെയ്യണം, ലാംഡ 2 വെച്ച് ചെയ്യണം. നമ്മൾ ഇത് ചെയ്യേണ്ട, നമ്മുടെ ഡിറ്റർമിനന്റ് എടുക്കേണ്ട മെട്രിക്സ് ആയിട്ട് തന്നെ. അതായത് ഇതിനെ നമുക്ക് ലാംഡ 1 ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഫോർ ലാംഡ 1 എടുക്കണം. എന്നിട്ട് എ ബി സി ഡിക്കകത്ത് എനെ ലാംഡ 1 വെച്ച് മൈനസ് ചെയ്യുക, ഡിനെ ലാംഡ 1 വെച്ച് മൈനസ് ചെയ്യുക. അപ്പം എ മൈനസ് ലാംഡ 1 ബി സി ഇൻറ്റു ഡി മൈനസ് ലാംഡ 1 ഇൻറ്റു x1 x2 ഈസ് ഈക്വൽ ടു 0 0 എന്ന് എഴുതുക. ഇങ്ങനെ എഴുതുക. ഇതാണ് ഈ ഒരു മാത്സിന്റെ പ്രശ്നം. ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക എന്ന് പറയാൻ നമുക്ക് പറ്റും. ഓക്കെ, അപ്പം അങ്ങനെ എഴുതണം ആദ്യം. എന്നിട്ട് നമ്മൾ ലാംഡ 2നും നമ്മളത് റിപ്പീറ്റ് ചെയ്തതാണ്. എന്നിട്ട് solve the system to find eigenvector components x1 and x2. This will typically involve expressing one variable in terms of other. ഒരു വേരിയബിളിനെ മറ്റൊരു വേരിയബിളിന്റെ ടേംസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഇത് വരുന്നത്. അപ്പം ഇതിൻ്റെ ഒരു കൺസെപ്റ്റും ബേസിക് ഒരു ഐഡിയ മനസ്സിലായെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യാം. അപ്പം കുറച്ചുകൂടെ കൃത്യമായിട്ട് സംഭവം മനസ്സിലാവും. ഓക്കെ, സോ വി വിൽ ഗോ ടു പ്രോബ്ലം. ഇതാണ് ക്വസ്റ്റ്യൻ. വൺ ഓഫ് ദ eigenvectors ഓഫ് മെട്രിക്സ് -5 2 -9 6 ഈസ്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. എങ്ങനെയാണ് ഏഗൻ വെക്ടർ കണ്ടുപിടിക്കുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ലാംഡ സ്ക്വയർ മൈനസ് ട്രേസ് ആ സംഭവം ആ ഇക്വേഷൻ എഴുതുക. ലാംഡ സ്ക്വയർ മൈനസ് ട്രേസ് ഓഫ് ദ മെട്രിക്സ് ഇൻറ്റു ലാംഡ പ്ലസ് ഡിറ്റർമിനന്റ് ഈസ് ഈക്വൽ ടു 0 എഴുതുക. എന്നിട്ട് സോൾവ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടും, ലാംഡ 1ഉം ലാംഡ 2ഉം കിട്ടും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം,
നമ്മൾ രണ്ട് ഇക്വേഷൻസ് എഴുതണം. ഒന്ന് -5 minus lambda 1 2 minus 9 6 minus lambda 1 into x1 x2 is equal to 0 0. അതുപോലെ lambda 2 വേറൊരു ഇക്വേഷൻ എഴുതണം. രണ്ടും കൂടെ സോൾവ് ചെയ്യണം. എന്നിട്ട് x1നെ മറ്റൊരു വേരിയബിളിന്റെ ടേംസ് ആയിട്ട് എഴുതണം. ഇതാണ് എക്സ്പ്രസിങ് വൺ വേരിയബിൾ ഇൻ ടേംസ് ഓഫ് ദ അതർ ആയിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. നമുക്ക് നോക്കാം, എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പം സ്റ്റെപ്സ് മനസ്സിലായെങ്കിൽ ഫസ്റ്റ് നമ്മൾ 50% പരിപാടി കഴിഞ്ഞ് അടുത്ത 50% നമ്മൾ എങ്ങനെ പ്രോബ്ലം ചെയ്യുന്നു എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ആദ്യമേ ഈ സാധനത്തിന്റെ ട്രേസ് കണ്ടുപിടിക്കാം. -5 + 6 1 ഈസി. ഓക്കെ, ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ പറ്റും. 6 × 5 30 -30. ഓക്കെ, -18 അപ്പം -30 + 18 -12. ട്രേസും കിട്ടി, ഡിറ്റർമിനന്റും കിട്ടി, ഇക്വേഷനും നമുക്ക് കിട്ടി. ഓക്കെ, ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഇക്വേഷൻ രണ്ട് രീതി സോൾവ് ചെയ്യാൻ പറ്റും. സം പ്രോഡക്റ്റ് മെത്തേഡ് എടുത്ത് ചെയ്യാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, b² - b ± (b² - 4ac) / 2a. നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്ന 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ജസ്റ്റ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന ഇക്വേഷനാണ് ഇത്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ അങ്ങനെ λ1 ഉം λ2 ഉം കണ്ടുപിടിക്കും. λ1 കണ്ടുപിടിച്ച് വന്നത് 4 എന്ന് പറയുന്ന വാല്യൂവിലും λ2 കണ്ടുപിടിച്ച് വന്നത് -3 എന്ന് പറയുന്ന വാല്യൂവിലാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞ് ശ്രദ്ധിക്കുക, ഇത് ഏഗൻ വാല്യൂസ് ആണ്. ഇതിന്റെ ഏഗൻ വാല്യൂസ് എന്ന് ഈ ഒരു ക്വസ്റ്റ്യന് പകരം വാട്ട് ആർ ദ ഏഗൻ വാല്യൂസ് ഓഫ് ദ മാട്രിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ 4 ഉം -3 ഉം ഡയറക്റ്റ് എഴുതാം. വളരെ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. ഇതാണ് ഏഗൻ വാല്യൂസ്. ഏഗൻ വെക്ടർ എങ്ങനെ നോക്കാം. λ1 4 ആവുന്ന കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 4നെ എടുത്ത് ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക, ഇതും സബ്ട്രാക്ട് ചെയ്യുക, എന്നിട്ട് നമ്മുടെ ഈ ഒരു നേരത്തെ നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു ഇക്വേഷൻ പോലെ നമ്മൾ എക്സ്പ്രസ് ചെയ്യണം ഇതുപോലെ. ഓക്കെ, എന്നിട്ട് നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടും. -9x1 + 2x2 = 0 -9x1 + 2x2 = 0. ഇതിനകത്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും, x2 എന്ന് പറഞ്ഞാൽ 9/2 x1 എന്ന് പറയാം അല്ലേ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇനി ഒരു ഇത്തിരി ട്വിസ്റ്റ് ആണ്. നമുക്ക് ഇത് സിംപ്ലിഫൈ ചെയ്ത രീതിയിൽ നമുക്കൊന്ന് എഴുതാൻ പറ്റണം. അതായത് ഇപ്പോൾ നമ്മളിപ്പം x2 ഈ ഒരു ടേം x2 എന്ന് പറഞ്ഞാൽ 9/2 x1 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ഇനി നമ്മൾ സിംപ്ലിഫൈ ആക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മൾ x1ന് 2 എന്നൊരു വാല്യൂ കൊടുക്കും. കാരണം 2 ക്യാൻസൽ ആയി പോകാൻ വേണ്ടിയിട്ടാണ്. ഇത് ആക്ച്വലി പ്രൊപ്പോർഷണാലിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഒരു ശരിക്കൊരു വാല്യൂ നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ സിംപ്ലിഫൈ ആവാൻ വേണ്ടി നമ്മൾ x1ന് നമ്മൾ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് x2 9 എന്ന് കിട്ടും. അപ്പോൾ വെക്ടർ 2 9 എന്ന് പറയുന്ന വെക്ടർ ആയി. അങ്ങനെ നമുക്ക് ഒരു വെക്ടർ കിട്ടി. ഒരു വെക്ടർ മാത്രമല്ല, രണ്ട് വെക്ടർ നമുക്ക് കിട്ടാം, വേറൊരു വെക്ടർ കിട്ടാം. കാരണം λ1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏഗൻ വെക്ടർ ആണ് ഈ വെക്ടർ. അപ്പോൾ നമുക്ക് λ2ന് കറസ്പോണ്ടിങ് ആയിട്ട് വേറെ വെക്ടർ ഉണ്ടാകാം. സെയിം പരിപാടി തന്നെ ചെയ്യുന്നത്. നമ്മൾ -3 ആയതുകൊണ്ട് -1 പ്ലസ് ആവും. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്ത് നമ്മൾ എടുക്കുമ്പോൾ -2x1 + 2x2 = 0. ഇവിടെ 9x1 + 9x2 = 0 നമുക്ക് വരും. സോറി, എനിക്കൊരു തെറ്റ് പറ്റിയതാണ്. ഇവിടെ -9 രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യുന്നപ്പോൾ +9 ആയിപ്പോയി. ഇത് -9 ആണ്. കാരണം ഇത് കണക്കത്തെ സിമ്പിൾ നമ്മുടെ കുഞ്ഞു മിസ്റ്റേക്സ് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. സോ ഇവിടെ -9 ആകുമ്പോൾ ഇവിടെ -9 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഈ കേസിൽ x1 -2x1 = +2x2 = 0 എന്ന് പറയുമ്പോൾ അപ്പുറത്തെടുത്ത 2x2 = 2x എന്ന് പറയാം. അപ്പോൾ x1 = x2. ഇവിടെ x2 = x1. അപ്പോൾ നമ്മളൊരു സിംപ്ലിഫൈഡ് വാല്യൂ ആയ ഒരു 1 എന്ന് പറയുന്നൊരു വാല്യൂ നമ്മൾ x1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ x2 1 തന്നെയായിരിക്കും. നമുക്ക് 1 1 എന്നൊരു വെക്ടർ കിട്ടും. രണ്ട് വെക്ടേഴ്സ് നമുക്ക് കിട്ടി. ഓക്കെ, രണ്ട് വെക്ടേഴ്സ് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, വൺ ഓഫ് ദ ഏഗൻ വെക്ടേഴ്സ് ഓഫ് ദ മെട്രിക്സ് എന്താണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് കിട്ടിയത് 2 9 ആണ്. 2 9 എന്നൊരു ഓപ്ഷൻ ഇതിനകത്തില്ല. -2 9 ഉണ്ട്, പക്ഷേ ഇത് അല്ല. പിന്നെ 1 1 എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിവിടെ കിട്ടുന്നുണ്ട്. അപ്പം D11 ആണ് നമ്മുടെ ഇവിടുത്തെ കൃത്യമായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പം അങ്ങനെയാണ് നമ്മൾ ഏഗൻ വാല്യൂവും ഏഗൻ വെക്ടറും മെട്രിക്സുകളൊക്കെ കണ്ടുപിടിക്കുന്നത്. മനസ്സിലായല്ലോ, ക്ലിയർ ആയല്ലോ. അടുത്തത് നമുക്ക് ഏഗൻ വാല്യൂസിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഡിറ്റർമിനന്റ് പ്രോപ്പർട്ടി മനസ്സിലാക്കി, ഏഗൻ വാല്യൂ കണ്ടുപിടിക്കാൻ പഠിച്ച്, ഏഗൻ വെക്ടർ കണ്ടുപിടിക്കാൻ പഠിച്ച്, ഇനി ഏഗൻ വാല്യൂവിന് കുറച്ച് പ്രോപ്പർട്ടി ഉണ്ട്, അത് വെച്ച് പ്രോബ്ലം ചോദിക്കാറുണ്ട്, നോക്കാം. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ സം ഓഫ് ഏഗൻ വാല്യൂസും പ്രോഡക്റ്റ് ഓഫ് ഏഗൻ വാല്യൂസും നമുക്ക് ഒരു മെട്രിക്സിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും.
എങ്ങനെയാ? ട്രേസ് എടുത്താൽ അല്ലെങ്കിൽ ആ ഡയഗണൽ എലമെന്റ്സിന്റെ സം എടുത്താൽ നമുക്ക് ഏഗൻ വാല്യൂസിന്റെ സം കിട്ടും. ഏഗൻ വാല്യൂസിന്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് ഓഫ് ദ മെട്രിക്സും ആയിരിക്കും. അത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് 1 2 3 4 എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ടെങ്കിൽ അതിന്റെ സം ഓഫ് ഏഗൻ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 + 4 തന്നെ ആയിരിക്കും. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0.14 -3 × 6 -2 ആയിരിക്കും. നമുക്ക് അപ്പം തന്നെ എഴുതാൻ പറ്റും. സമ്മും പ്രോഡക്റ്റും അപ്പം തന്നെ എഴുതാൻ വേണ്ടി പറ്റും. ഇനി ഇത് ഒരു എ എന്ന് പറയുന്ന മെട്രിക്സ് എന്ന് വെക്കുക. അതിന് ഒരു പർട്ടിക്കുലർ ഏഗൻ വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഇൻവേഴ്സിന്റെ ഏഗൻ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചാൽ അത് നേരത്തെ കിട്ടിയ ഏഗൻ വാല്യൂവിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും. ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ തലയിരിഞ്ഞിരിക്കുന്നത്. അപ്പം അതിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും. നമുക്ക് ഈ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കേണ്ട സംഭവങ്ങളുണ്ട്, നമ്മൾ പഠിക്കും. എങ്ങനെ കണ്ടുപിടിക്കണം അതൊക്കെ ഒരു ചോദ്യമായിട്ട് വരുന്നതാണ്, നമ്മൾ പഠിക്കും. തൽക്കാലം മനസ്സിലാക്കേണ്ടത് എ ഇൻവേഴ്സിന്റെ ഏഗൻ വാല്യൂ എന്ന് പറഞ്ഞാൽ നോർമൽ എയുടെ ഏഗൻ വാല്യൂ എന്താണോ അതിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും. അപ്പോൾ ട്രേസ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ഏഗൻ വാല്യൂ, ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് ഏഗൻ വാല്യൂ, ഇൻവേഴ്സിന് 1/λ ആയിരിക്കും അതിന്റെ ഏഗൻ വാല്യൂ. ഇനി ട്രയാങ്കുലർ അല്ലെങ്കിൽ ഡയഗണൽ മെട്രിക്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഏഗൻ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ ഒന്നും ചെയ്യേണ്ട, വളരെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയെന്ന് അറിയാമോ? അതിന്റെ ഡയഗണൽ എലമെന്റ്സ് തന്നെ ആയിരിക്കും അതിന്റെ ഏഗൻ വാല്യൂ. അത്ര സിമ്പിൾ ആണ്. സി, ഒരു ഡയഗണൽ മെട്രിക്സ് 1 2 3 0 0 0 0 0 0 ഇതിന്റെ ഏഗൻ വാല്യൂസ് 1ഉം 2ഉം 3ഉം തന്നെ ആയിരിക്കും. അതേപോലെ ഇത് ട്രയാങ്കുലർ മെട്രിക്സ് ആണെന്ന് വെക്കുക, 4 5 6 ഇതിന്റെ ഏഗൻ വാല്യൂവും 1ഉം 2ഉം 3ഉം തന്നെ ആയിരിക്കും. സോ അത് നമ്മൾ ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം. അപ്പം ഇതാണ് പ്രോപ്പർട്ടീസ് ഓഫ് ഏഗൻ വാല്യൂസ് ഓഫ് മെട്രിക്സ്. ഇത് മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചുള്ള പ്രോബ്ലംസ് നമുക്ക് വരാറുള്ളതാണ്. ഓക്കെ അല്ലേ? ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദ കണ്ടീഷൻ ഫോർ വിച്ച് ദ ഏഗൻ വാല്യൂസ് ഓഫ് ദ മെട്രിക്സ് എ ആർ പോസിറ്റീവ്. ഏഗൻ വാല്യൂസ് പോസിറ്റീവ് ആവാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്നും നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും? ഒന്ന്, 2 + k will be equal to λ1 + λ2. ഓക്കെ, അതേപോലെ തന്നെ ഇതിന്റെ ഡിറ്റർമിനന്റ് 2k - 1 2k - 1 is equal to λ1 λ2. അപ്പോൾ ഈ λ1 λ2 പിന്നെ നമ്മൾ കെയുടെ ടേംസിൽ എക്സ്പ്രസ് ചെയ്തിട്ട് നമുക്ക് k എങ്ങനെ എന്തായിരിക്കണം എന്ന് കണ്ടുപിടിച്ചാൽ മാത്രം മതിയാവും. നോക്കാം, സൊല്യൂഷൻ നോക്കാം. λ1 λ2 are eigen values of A. അപ്പോൾ നമുക്ക് മോഡ് എന്ന് പറഞ്ഞാൽ 2k - 1 λ1 λ2 ആയിരിക്കും. നമുക്ക് ആക്ച്വലി അത് മാത്രം മതി, രണ്ടാമത്തെ കണ്ടീഷൻ തന്നെ ആവശ്യമില്ല. അപ്പം 2k - 1 λ1 λ2 ആയിരിക്കണം. ബോത്ത് λ1 λ2 പോസിറ്റീവ് ആണെങ്കിൽ λ1 × λ2 പോസിറ്റീവ് ആയിരിക്കും അല്ലേ? 2ഉം 4ഉം പോസിറ്റീവ് ആണെങ്കിൽ 2 × 4 പോസിറ്റീവ് ആയിരിക്കും. -2ഉം 4ഉം ആണെങ്കിൽ അത് നെഗറ്റീവ് ആവും. അപ്പോൾ λ1 λ2 പോസിറ്റീവ് ആണെങ്കിൽ ഈ ഒരു ഫുൾ λ1 λ2 പോസിറ്റീവ് ആയിരിക്കും. സോ 2k - 1 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0 ആണ്. അങ്ങനെ നമുക്ക് k = ഗ്രേറ്റർ ദാൻ ഹാഫ് എന്ന് പറയും. അപ്പോൾ നമുക്ക് അവിടെ നിന്നാണ് വന്നത്. പക്ഷേ ആ ഒരു ഈ ഒരു ബോത്ത് ഇതാ പോസിറ്റീവ്, ഇത് ഈസ് പോസിറ്റീവ്, ഈ ഒരു ഐഡിയ നമുക്ക് ആ സമയത്ത് ഉണ്ടാവണം, നമ്മുടെ ലോജിക്കിൽ ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. 2k - 1 = λ1 λ2. λ1 λ2 പോസിറ്റീവ് ആണെങ്കിൽ 2k - 1ഉം പോസിറ്റീവ് തന്നെ ആയിരിക്കും. അങ്ങനെ നമുക്ക് കെയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഹാഫ് ആയിരിക്കും എന്ന് പറയാൻ പറ്റും. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇതാണ് ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എ റിയൽ സ്ക്വയർ മെട്രിക്സ് എ ഈസ് കാൾഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ഇഫ്. എന്താണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്? ചെയ്ത് നോക്കൂ, അറിയാൻ നോക്കൂ. സി, വളരെ സിമ്പിൾ ആണ്. നമുക്ക് എ എന്നൊരു മെട്രിക്സ് ഉണ്ട്. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ല, എ എന്നൊരു മെട്രിക്സ് ഉണ്ട്. ഇനി ഞാൻ ഇതിന്റെ എ ട്രാൻസ്പോസ് എടുക്കുകയാണ്. അത് എക്ക് ഈക്വലന്റ് ആണെങ്കിൽ അതാണ് സിമെട്രിക് മെട്രിക്സ്. അഗെയിൻ ഞാൻ എ ട്രാൻസ്പോസ് എടുക്കുവാണ്. അത് -aക്ക് ഈക്വലന്റ് ആണെങ്കിൽ അതാണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. എ ട്രാൻസ്പോസ് = എ സിമെട്രിക് മെട്രിക്സ്, എ ട്രാൻസ്പോസ് - എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ടേം പഠിക്കാനുള്ളത് ഓർത്തോഗണൽ മെട്രിക്സ് ആണ്. ഓക്കെ, ഒരു മെട്രിക്സ് ക്യൂ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ക്യൂവിനെ ഞാൻ ക്യൂ ട്രാൻസ്പോസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലും ക്യൂ ട്രാൻസ്പോസിനെ ക്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലും ഐ തന്നെ കിട്ടിയാൽ
ഐ തന്നെ കിട്ടിയ ഐഡന്റിറ്റി മെട്രിക്സ് തന്നെ കിട്ടിയാൽ അതിനെ നമുക്ക് പഠിക്കാം ക്യൂവിനെയും ക്യൂ ട്രാൻസ്പോസും ഓർത്തോഗണൽ മെട്രിക്സസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ലെന്ന് നിങ്ങൾക്ക് അറിയാലോ. എ ബി എന്ന് പറയുന്ന സാധനം ബി എ ആവാൻ ചിലപ്പോൾ ആവാം, ചിലപ്പോൾ ആവാതിരിക്കാം, എപ്പോഴും ആയിരിക്കത്തില്ല. അപ്പൊ അതുപോലെ തന്നെ ക്യൂവിന്റെ ക്യൂ ട്രാൻസ്പോസ് എപ്പോഴും ക്യൂ ട്രാൻസ്പോസിന്റെ ക്യൂ ആയിരിക്കണമെന്നില്ല. പക്ഷേ ഒരു ഇൻ എ കേസ് വെയർ ക്യൂ ഇൻറ്റു ക്യൂ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ക്യൂ ട്രാൻസ്പോസ് ഇൻറ്റു ക്യൂ ഈസ് ഈക്വൽ ടു ഐ വന്നാൽ അതാണ് ഓർത്തോഗണൽ മെട്രിക്സ്. ഓർത്തോഗണൽ മെട്രിക്സ് വന്നാൽ നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്, കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുകൊണ്ടാണ് ഓർത്തോഗണൽ മെട്രിക്സ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുന്നത്. എന്താണെന്നറിയാമോ? ഒന്ന്, ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ട്രാൻസ്പോസ് എടുത്താൽ മതി. നമ്മൾ ഇനി പറയും ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ഇത്തിരി tedious ആയിട്ട് കുറേ ടാസ്ക് അഡ്ജോയിന്റ് എടുക്കണം, അങ്ങനെ കുറച്ച് ടാസ്കുകളുണ്ട്. അപ്പം ആ ടാസ്ക് ഒന്നും ചെയ്യണ്ട. നമ്മളൊരു മെട്രിക്സ് എടുത്തിട്ട് ആ മെട്രിക്സ് നമ്മൾ നോക്കുമ്പോൾ ഈ സാധനം ഓർത്തോഗണൽ ആണെങ്കിൽ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ ഇൻവേഴ്സ് കിട്ടും. അപ്പോൾ ഇൻവേഴ്സും ട്രാൻസ്പോസും ഒന്നാവുന്ന ഒരു കേസാണ് ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, മാത്രമല്ല ഡിറ്റർമിനന്റ് ഓഫ് ക്യൂ ഒന്നുകിൽ +1 ആയിരിക്കും അല്ലെങ്കിൽ -1 ആയിരിക്കും നമുക്കൊരു ഓർത്തോഗണൽ മെട്രിക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ. രണ്ട് കണ്ടീഷൻ പഠിച്ചല്ലോ, ഒന്ന് ഇൻവേഴ്സ് തന്നെ ആയിരിക്കും ട്രാൻസ്പോസ്, ഒന്ന് ഡിറ്റർമിനന്റ് 1 -1 ആയിരിക്കും. ഇനി ഇതിന്റെ eigen values എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് 1 ഉള്ള കോംപ്ലക്സ് കോൺജുഗേറ്റ് പെയർസ് ആയിരിക്കും ഇതിന്റെ eigen values. എന്താണ് കോൺജുഗേറ്റ് പെയർ എന്ന് അറിയാമോ? ഇപ്പം 1 + i എന്നുണ്ടെങ്കിൽ അതിന്റെ കോൺജുഗേറ്റ് 1 - i ആണ്. അത്രയേ ഉള്ളൂ കോംപ്ലക്സ് കോൺജുഗേറ്റ് പെയർസ് എന്ന് പറയുന്നത്. 1 + 2i ആണെങ്കിൽ 1 - 2i അതിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് പെയർ ആണ്. അപ്പോൾ നമുക്ക് ഓർത്തോഗണൽ മെട്രിക്സ് എന്തെന്ന് മനസ്സിലായി, അതിന്റെ 3 പ്രോപ്പർട്ടീസ് മനസ്സിലായി. ഡിറ്റർമിനന്റ് +or -1 ആയിരിക്കും, eigen values മാഗ്നിറ്റ്യൂഡ് 1 ആൻഡ് കോംപ്ലക്സ് കോൺജുഗേറ്റ് പെയർസ് ആയിരിക്കും, ആൻഡ് Q ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു Q ട്രാൻസ്പോസ് ആയിരിക്കും. ഇതാണ് ഓർത്തോഗണൽ മെട്രിക്സിന്റെ പ്രോപ്പർട്ടി. ആൻഡ് എപ്പോഴാണ് ഓർത്തോഗണൽ മെട്രിക്സ് ആവുന്നത്? Q ഇൻറ്റു Q ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു Q ട്രാൻസ്പോസ് ഇൻറ്റു Q ഇസ് ഈക്വൽ ടു I ആവുന്ന കേസിൽ മാത്രമാണ് ഓർത്തോഗണൽ മെട്രിക്സ് ഉണ്ടാവുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഓർത്തോഗണൽ മെട്രിക്സിൽ നമ്മൾ അറിയേണ്ടത്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ അറിയാം. കൺസിഡർ ദ matrix P. Matrix P consider ഏതാണ് matrix P? Which of the following statements about P is incorrect? Okay. Determinant of P is equal to 1. P is orthogonal. Inverse of P is equal to transpose. All eigenvalues of P are real numbers. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിന്റെ ട്രാൻസ്പോസ് എടുത്താൽ ഇതെടുത്ത് ഇതിന്റെ ട്രാൻസ്പോസിനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടും. അപ്പോൾ all eigenvalues of P റിയൽ നമ്പേഴ്സ് ആയിരിക്കില്ല, അത് കോംപ്ലക്സ് കോൺജുഗേറ്റ് പെയർസ് ആയിരിക്കും. ബാക്കിയുള്ള 3 എണ്ണവും കറക്റ്റ് തന്നെയാണ്. സോ അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഓക്കെ, അടുത്തത് നമുക്ക് 3 3x3 റിയൽ മെട്രിക്സ് ഉണ്ടെന്ന് വയ്ക്കുക, PQR. അപ്പോൾ നമുക്ക് കുറച്ച് ഐഡന്റിറ്റീസ് പഠിക്കാനുണ്ട്. ഒന്ന്, PQ ആദ്യം മൾട്ടിപ്ലൈ ചെയ്തിട്ട് പിന്നെ R മൾട്ടിപ്ലൈ ചെയ്യുന്നതും P മൾട്ടിപ്ലൈന് ശേഷം QR കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനും മാറ്റമൊന്നും ഉണ്ടാവത്തില്ല. P ഇൻറ്റു Q പ്ലസ് R നമുക്ക് PQ പ്ലസ് PR എന്ന് വിളിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അടുത്തത് PQ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു Q ട്രാൻസ്പോസ് ഇൻറ്റു P ട്രാൻസ്പോസ്. തിരിച്ചല്ല, ശ്രദ്ധിക്കണം. PQ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു Q ട്രാൻസ്പോസ് ഇൻറ്റു P ട്രാൻസ്പോസ്. ഓക്കെ, അത് മനസ്സിലാക്കണം. ഡിറ്റർമിനന്റ് ഓഫ് PQ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് ഓഫ് P ഡിറ്റർമിനന്റ് ഓഫ് Q നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇനി PQ ദ ഹോൾ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാലും ട്രാൻസ്പോസ് തന്നെയാണ്. Q ഇൻവേഴ്സ് ഇൻറ്റു P ഇൻവേഴ്സ് ആയിരിക്കും. ഓക്കെ ഓക്കെ, അപ്പോൾ PQ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു Q ട്രാൻസ്പോസ് ഇൻറ്റു P ട്രാൻസ്പോസ്. അതുപോലെ തന്നെ PQ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു Q ഇൻവേഴ്സ് ഇൻറ്റു P ഇൻവേഴ്സ്. ട്രേസ് ഓഫ് PQR ഈസ് ഈക്വൽ ടു ട്രേസ് ഓഫ് QRP ഈസ് ഈക്വൽ ടു ട്രേസ് ഓഫ് RP. അപ്പം 3 രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്താലും ട്രേസ്, അതായത് അതിൻ്റെ ആ ഒരു ഡയഗണൽ എലമെന്റ്സിന്റെ സമ്മ് മാറത്തില്ല, അതായത് അതിന്റെ eigen valuesന്റെ സമ്മം മാറത്തില്ല. ഓക്കെ, നൗ P പ്ലസ് Q ദ ഹോൾ സ്ക്വയർ നമുക്ക് P സ്ക്വയർ പ്ലസ് PQ പ്ലസ് QP പ്ലസ് Q സ്ക്വയർ എന്ന് വിളിക്കാം. P മൈനസ് Q ദ ഹോൾ സ്ക്വയർ നമുക്ക് P സ്ക്വയർ മൈനസ് PQ മൈനസ് QP പ്ലസ് Q സ്ക്വയർ എന്ന് വിളിക്കാം. ഓക്കെ, ഇനി ഡിറ്റർമിനന്റ് ഓഫ് P പ്ലസ് Q ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ പ്രത്യേക റിലേഷൻഷിപ്പ് ഒന്നുമില്ല. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് P പ്ലസ് ഡിറ്റർമിനന്റ് ഓഫ് Q എന്ന് എഴുതാൻ പറ്റത്തില്ല. ഡിറ്റർമിനന്റ് ഓഫ് P പ്ലസ് Q കണ്ടുപിടിക്കണമെങ്കിൽ അത് P പ്ലസ് Q കണ്ടുപിടിച്ചിട്ട് ഡിറ്റർമിനന്റ് എടുത്ത് തന്നെ പറ്റത്തുള്ളൂ. ഇത് ഞാൻ 3x3 റിയൽ മെട്രിക്സ് എന്ന് പറയുന്നെങ്കിലും നമുക്ക് 2x2ഉം 4x4ഉം എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, എല്ലാ മെട്രിക്സുകൾക്കും ഈ ഒരു സംഭവം ബാധകമായിരിക്കും. അപ്പോൾ ഇത്രയാണ് സംഭവം. P ഇൻറ്റു Q
നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി പി ഇൻറ്റു ക്യൂ ഇൻറ്റു ആർ എന്ന് പറഞ്ഞാൽ പി ഇൻറ്റു ക്യൂ ഇൻറ്റു ആർ ആയിരിക്കും. ആദ്യം ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ ഒരേ ആൻസർ ആയിരിക്കും. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി, പിന്നെ ട്രാൻസ്പോസ് എങ്ങനെ മാറുന്നത്, ഡിറ്റർമിനന്റ് ഇൻവേഴ്സ് എങ്ങനെ മാറുന്നത്. ഓക്കെ, പിന്നെ ഡിറ്റർമിനന്റ് ഓഫ് പി ക്യൂ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് ഓഫ് പി ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് ക്യൂ ആണ്. ഓക്കെ, അത് ആണെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കണം, ഡിറ്റർമിനന്റ് ഓഫ് പി പ്ലസ് ക്യൂ എന്ന റിലേഷൻഷിപ്പ് ഒന്നുമില്ല. ഡിറ്റർമിനന്റ് ഓഫ് പി ക്യൂ എന്നാൽ ഡിറ്റർമിനന്റ് ഓഫ് പി ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് ക്യൂ നമുക്ക് വിളിക്കാൻ പറ്റും. ട്രേസിന്റെ കാര്യം പറഞ്ഞ് പി പ്ലസ് ക്യൂ ദ ഹോൾ സ്ക്വയർ പി മൈനസ് ക്യൂ ദ ഹോൾ സ്ക്വയർ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്, ഇതിനകത്ത് ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരുന്നത്. ഓക്കെ, അപ്പം ഇതിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഇത് തെറ്റാണ്. ഞാൻ പറഞ്ഞ ഡിറ്റർമിനന്റിന്റെ കേസിൽ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് റൂൾസ് ഒന്നും പറയാൻ വേണ്ടി പറ്റത്തില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഇൻവേഴ്സ് ഓഫ് സ്ക്വയർ മെട്രിക്സ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഓക്കെ, ഇൻവേഴ്സിനെ പറ്റി പറയുമ്പോൾ ആദ്യം നമുക്ക് ഇൻവേർട്ടബിൾ മെട്രിക്സ് എന്താണ്, നോൺ ഇൻവേർട്ടബിൾ മെട്രിക്സ് എന്ന് പറയണം. എന്തിനാ നമ്മൾ പറയുന്നത്, ഇൻവേർട്ടബിൾ മെട്രിക്സിന് മാത്രമേ ഇൻവേഴ്സ് ഉണ്ടാകത്തുള്ളൂ. അതാണ് എൻ്റെ പേര്. ഇൻവേർട്ടബിൾ എന്ന് പറഞ്ഞാൽ എന്താ, ഇൻവേഴ്സ് എടുക്കാൻ പറ്റുന്ന അർത്ഥം. ഇൻവേഴ്സ് എടുക്കാൻ പറ്റുന്ന മെട്രിക്സ് ആണ് ഇൻവേർട്ടബിൾ മെട്രിക്സ്. ഇൻവേർട്ടബിൾ മെട്രിക്സിനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഒരു മെട്രിക്സ് എടുത്തിട്ട് അത് ഇൻവേർട്ടബിൾ ആണോ അല്ലെന്ന് അറിയാൻ വേണമെങ്കിൽ നമ്മൾ അതിന്റെ ഡിറ്റർമിനന്റ് എടുത്താൽ മാത്രം മതി. ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ ഡിറ്റർമിനന്റ് 0 ആണെങ്കിൽ, ഡിറ്റർമിനന്റ് 0 അല്ലെങ്കിൽ, അപ്പൊ മോസ്റ്റ് നമ്മൾ സാധാരണ എപ്പോഴും വിവരിക്കുന്ന 0 ആണെങ്കിൽ ഇൻവേർട്ടബിൾ എന്ന് പറയാൻ നമുക്ക് ടെൻഡൻസി വരും. പക്ഷെ അല്ല, ഇതാണെങ്കിൽ നോട്ട് ഇൻവേർട്ടബിൾ ആണ്. എന്തെങ്കിലും ഒരു ഡിറ്റർമിനന്റ് എക്സിസ്റ്റ് ചെയ്യുന്നെങ്കിൽ മാത്രമേ ഇൻവേർട്ടബിൾ എന്ന് പറയാൻ പറ്റൂ. ഓക്കെ, അപ്പൊ നമുക്ക് എ ബി സി എന്ന് 3 മെട്രിക്സ് തന്നാൽ അതിനകത്ത് ഏതൊക്കെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ഇതിന്റെ ഡിറ്റർമിനന്റ് എടുക്കണം, ഇതിന്റെ ഡിറ്റർമിനന്റ് എടുക്കണം, ഇതിന്റെ ഡിറ്റർമിനന്റ് എടുക്കണം. ഏതിൻ്റെയൊക്കെ ഒക്കെ ഡിറ്റർമിനന്റിന് വാല്യൂ ഉണ്ടെങ്കിൽ, പ്ലസ് ആണെങ്കിലും മൈനസ് ആണെങ്കിലും കുഴപ്പമില്ല, വാല്യൂ ഉണ്ടെങ്കിൽ അത് ഇൻവേഴ്സിബിൾ ആണ്, ഇൻവേർട്ടബിൾ ആണ്. വാല്യൂ ഇല്ല, 0 കിട്ടിയാൽ അത് നോൺ ഇൻവേർട്ടബിൾ ആണ്. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, അതാണ് മനസ്സിലാക്കേണ്ട കാര്യം. ഫസ്റ്റ് നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. കാരണം ആദ്യം ഇൻവേർട്ടബിൾ ആണെങ്കിൽ മാത്രമേ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന്റെ ആവശ്യമുള്ളൂ, നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു 2x2 മെട്രിക്സ് നമുക്ക് ആദ്യം ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ നമുക്ക് പിന്നെ നമുക്ക് 3x3 മെട്രിക്സ് ഇൻവേഴ്സ് കണ്ടുപിടിക്കും. ഇവിടെ നമ്മൾ പഠിക്കും, രണ്ടെണ്ണം നമ്മൾ പഠിക്കും. ഓക്കെ, രണ്ടുമാണ് ചോദിക്കുന്നത് കൂടുതലായിട്ട്. അപ്പോൾ 2x2 മെട്രിക്സിന് ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ സിമ്പിൾ ആണ് സംഭവം. എ ഇൻവേഴ്സ് എഴുതിയിട്ടുണ്ട്, ഞാൻ വീഡിയോ എഴുതണ്ട. എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1 ഡിവൈഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു, ഓക്കെ, എ ബി സി ഡി ആണ് എ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എയും ഡിയും തിരിച്ചിട്ടിട്ട് ബിക്കും സിക്കും നെഗറ്റീവ് വാല്യൂ കൊടുക്കണം. ഓക്കെ, അപ്പം ഇതാ എ ബി സി ഡി, ഇതാ ഇവിടെ എ ബി സി ഡി എഴുതുക. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, എയും ഡിയും തിരിച്ചിട്ട് എഴുതണം, ഡി ബി സി എ. എന്നിട്ട് ബാക്കി രണ്ടെണ്ണം ഇൻവേർട്ട് ചെയ്യാതെ ആ ഒരു ചേഞ്ച് വരുത്താത്ത, ക്രോസ് ചെയ്യാത്ത രണ്ടെണ്ണത്തിന് ബിക്കും സിക്കും മൈനസ് കൊടുക്കണം. അപ്പോൾ അത് വെച്ച് പിന്നെ നമ്മൾ മൾട്ടിപ്ലൈ, അതിനെ നമ്മൾ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യണം, ഡിറ്റർമിനന്റ് ഡിവൈഡ് ചെയ്യണം. അല്ലെങ്കിൽ 1 / ഡിറ്റർമിനന്റ് ഉപയോഗിച്ച് നമ്മൾ അതിനെ ആ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ഡിറ്റർമിനന്റ് കിട്ടും. 2/2 മെട്രിക്സിന്റെ കേസിൽ ഇത്ര സിമ്പിൾ ആണ് കിട്ടാൻ. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഡിറ്റർമിനന്റ് എ കണ്ടോ, ഇത് 0 ആവുന്ന കേസിൽ നമുക്ക് എ ഇൻവേഴ്സ് നോൺ ഡിഫൈൻഡ് ആണ്. അത് തന്നെയാണ് നമ്മൾ ഇവിടെയും പറഞ്ഞത്, ഡിറ്റർമിനന്റ് ഓഫ് എ 0 ആണെന്നെങ്കിൽ നോൺ ഇൻവേർട്ടബിൾ ആണെന്ന് പറഞ്ഞത്. അപ്പോൾ അതാണ് ഇതിന്റെ ഒരു റീസൺ വരുന്നത്. ഓക്കെ, സോ എ ബി സി ഡി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യമേ ആ ഡയഗണൽ എലമെന്റ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതണം. അതിനുശേഷം ബാക്കിയുള്ള 2 എലമെന്റ്സിന് മൈനസ് ഇടണം. ആ നമ്പർ ഉണ്ടല്ലോ, ആ നമ്പർ ഒരു മെട്രിക്സ് ആയിരിക്കും. ആ മെട്രിക്സിനെ നമ്മൾ ഇൻറ്റു 1 ഡിവൈഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ ബി സി ഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇൻവേഴ്സ് കിട്ടും. എക്സാമ്പിൾ നോക്കിക്കോ. ഫോർ എ ഗിവൺ മെട്രിക്സ് വെയർ ഐ എന്ന് പറഞ്ഞ റൂട്ട് ഓഫ് -1 ആണെങ്കിൽ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും, ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് നമ്മുടെ സാധനം, നമ്മൾ ഇതിനെ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതുന്നു. അപ്പോൾ 4 - 3i ഇവിടെ വന്ന് 4 + 3i താഴെ വന്നു. ഓക്കെ, പിന്നെ നമുക്ക് ഐക്ക് പകരം -iക്ക് പകരം ഐയും ഐക്ക് പകരം -i എടുക്കുകയാണ്. എന്നിട്ട് ഇൻറ്റു 1 ഡിവൈഡ് ബൈ മോഡ് നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, നമ്മൾ 1 ഡിവൈഡ് ബൈ മോഡ് നമ്മൾ എടുക്കും 1 ഡിവൈഡ് ബൈ ഇത് ഇൻറ്റു ഇത്, ഓക്കെ, മൈനസ് ഇത് ഇൻറ്റു ഇത്. അതാണ് ഈ ചെയ്തേക്കുന്നത്. അങ്ങനെ നമുക്ക് 1 ഡിവൈഡ് ബൈ 24 എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് 1 ബൈ മോഡ് ആയിട്ട് കിട്ടുന്നത്. ആ 1 ബൈ 24നെ നമ്മൾ ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എ ഇൻവേഴ്സ് കിട്ടും. എങ്ങനെയാണ് എ ഇൻവേഴ്സ് കിട്ടുന്നത്, എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1 ഡിവൈഡ് ബൈ 24 ഇൻറ്റു 4 - 3i i മൈനസ് i 4 + 3i. ഇതാണ് നമ്മുടെ ഉത്തരം. 1 ബൈ 24, ഇതാണ് നമ്മുടെ ഉത്തരം.
ഓക്കെ, അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാറുണ്ട് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ സ്റ്റെപ്സ് അറിഞ്ഞിരുന്നാൽ മതി. ഇനി നമുക്ക് 3/3 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ നോക്കാം. അവിടെയും നമ്മുടെ ഇക്വേഷൻ 1 ഡിവൈഡ് ബൈ ഡിറ്റർമിനന്റ് എ അവിടെയും ഉണ്ട്. കാരണം ഡിറ്റർമിനന്റ് എ 0 ആണെന്നുണ്ടെങ്കിൽ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഡിറ്റർമിനന്റ് എന്തെങ്കിലും വാല്യൂ ഉണ്ടെങ്കിൽ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 1 ഡിവൈഡ് ബൈ ഡിറ്റർമിനന്റ് എ ഇൻറ്റു സംതിങ്. മറ്റടുത്ത സംതിങ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇവിടുത്തെ സംതിങ് എന്ന് പറഞ്ഞാൽ ഈ അഡ്ജോയിന്റ് എന്ന് പറയുന്ന ഒരു സാധനം, അഡ്ജോയിന്റ്. ഓക്കെ, അപ്പോൾ എങ്ങനെ അഡ്ജോയിന്റ് കണ്ടുപിടിക്കും എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഓക്കെ, അപ്പോൾ അഡ്ജോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാം. അതിന് മുന്നേ നമുക്ക് ഈ ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു എങ്ങനെയാണ്. എ എടുക്കുന്നു, എന്നിട്ട് EFHI എന്നുള്ള സാധനത്തിന്റെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇത് നമുക്കറിയാം, ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അത് തന്നെ ഒന്നുകൂടെ എഴുതിയേക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പ്രശ്നം ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്നതല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ പ്രശ്നം അഡ്ജോയിന്റ് കണ്ടുപിടിക്കുന്നതാണ് നമ്മുടെ പ്രശ്നം. എങ്ങനെ നമുക്ക് അഡ്ജോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റും? അഡ്ജോയിന്റ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് പല രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പഠിക്കാം. ഓക്കെ, എങ്ങനെയാണ് ചെയ്യുന്നത് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സ് എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സ് ABCDEFGHI എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നിരിക്കുന്നത് വിചാരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതണമെന്ന് അറിയാമോ? ABCAB ഇതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്തിട്ടാണ്, ഈ സംഭവം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തതാണ്. അതുപോലെ താഴെ എന്താണ് DEFDE, അതുപോലെ GHIGH. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ ഇങ്ങോട്ട് വീണ്ടും എഴുതണം. ABCAB രണ്ടാമത്തെ വീണ്ടും ഒന്നും എഴുതണം. എന്താണ്? DEFD ഇങ്ങനൊരു സാധനം നമുക്ക് കിട്ടി. ഓക്കെ അല്ലേ? ഒന്നുകൂടെ പറയാം. ABC എഴുതി, AB ഒന്നുകൂടെ എഴുതി, DF എഴുതി, DE ഒന്നുകൂടെ എഴുതി, GHI എഴുതി, GH ഒന്നുകൂടെ എഴുതി. അതിനുശേഷം ABCAB ഒന്നുകൂടെ താഴെ എഴുതി, DFD ഒന്നുകൂടെ താഴെ എഴുതി. അതിനുശേഷം നമ്മൾ ഇതും വെട്ടണം, ഇതും വെട്ടണം. ഓക്കെ, ഇതും വെട്ടണം. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു സാധനം കിട്ടും. ഇത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി പരിപാടി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയെന്ന് മനസ്സിലായല്ലോ? പിന്നെ അത് എഴുതിയിട്ടുണ്ട്, ABCAB DEFDE GHIGH ABCAB വീണ്ടും എഴുതി, DEF എഴുതി, ഇത് രണ്ടും കട്ട് ചെയ്തിട്ട് ഇത് മാത്രം എഴുതി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? നമ്മൾ എന്താ അറിയാലോ, ഡിറ്റർമിനന്റ് അറിയാലോ. അതുപോലെ നമ്മൾ ഡിറ്റർമിനൻസ് എടുക്കണം. ആദ്യം ഈ 4 സാധനത്തിന്റെ ഡിറ്റർമിനന്റ് എടുക്കണം. ഇതാണ് മോഡ് ഓഫ്, ഞാൻ മോഡ് എന്ന് പറയുന്ന ഡിറ്റർമിനന്റ് ആണ്, ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ മോഡ് എന്ന് പറയും, കാരണം മോഡിനെ നമ്മൾ ഇങ്ങനെ എഴുതുന്നത് കൊണ്ട് ഞാൻ ഡിറ്റർമിനന്റ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് EFGHI എഴുതണം. അതിനുശേഷം ഇത് FDIG, അടുത്തത് ഇത് DEGH. അങ്ങനെ നമ്മൾ എല്ലാ ഡിറ്റർമിനൻസും നമ്മൾ നിരത്തി എഴുതണം. അപ്പം എന്തൊക്കെ വരും? ഇത് വരും, മൊത്തം 9 എണ്ണം വരും. എന്നിട്ട് അതിന്റെ ട്രാൻസ്പോസും കൂടെ എടുക്കണം. അത് തെറ്റിക്കരുത്, കാരണം ഇങ്ങനെ ഇത് മാത്രമുള്ള ഒരു ഓപ്ഷൻ ചിലപ്പോൾ നമുക്ക് ഉണ്ടാവും, ഓപ്ഷനിൽ കാണും. അതുകൊണ്ട് ഒരു ട്രാൻസ്പോസും കൂടെ എടുക്കണം, അത് മറക്കരുത്. സോ ആദ്യം ABCAB അങ്ങനെ എഴുതണം, താഴോട്ട് എഴുതണം, ഇത് രണ്ടും വെട്ടിക്കളയുക, പിന്നെ ഓരോ 4 നമ്പേഴ്സ് വെച്ചിട്ട് നമ്മൾ ഡിറ്റർമിനന്റ് എഴുതുക, ട്രാൻസ്പോസ് എടുക്കുക, അഡ്ജോയിന്റ് കിട്ടും. ആ അഡ്ജോയിന്റിന്റെ കൂടെ നമ്മൾ 1 ഡിവൈഡ് ബൈ ഡിറ്റർമിനന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് A ഇൻവേഴ്സ് കിട്ടും ഫോർ എ 3/3 മെട്രിക്സ്. അത്രയേ ഉള്ളൂ ഇൻവേഴ്സ് എടുക്കുന്ന കാര്യം. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? യെസ്. അടുത്തത്, അപ്പം ഇത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി, ചെയ്യാൻ നമുക്കറിയാം. വേണമെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിച്ചു ചോദിക്കും. 1 2 വേണ്ട, നമുക്ക് കുറച്ചുകൂടെ സിമ്പിൾ ആകാം. 1 0 0 0 1 0 0 0 1 നമ്മുടെ ഐഡന്റിറ്റി മെട്രിക്സിന്റെ ഇൻവേഴ്സ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കുക. എങ്ങനെയാ ചെയ്യുന്നത്? 1 0 0 1 0 0 1 0 0 1 0 0 1 0 0 മാറ്റി എഴുതാം. ഇങ്ങോട്ട് എഴുതണം. 1 0 0 1 0 0 1 0 0 1 ഇതും കട്ട് ചെയ്ത് കളഞ്ഞ്, അപ്പം 1 0 0 1ന്റെ ഡിറ്റർമിനന്റ് അത് എഴുതണം. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിക്കോ. 1 0 0 1 നമ്മൾ ആദ്യം എഴുതി, ഡിറ്റർമിനന്റ് ആദ്യം എഴുതുന്നു.
അതിനുശേഷം 0 0 1 0 ഉണ്ട് എഴുതുന്നു. അത് കഴിഞ്ഞിട്ട് 0 1 0 0 നമ്മൾ എഴുതുന്നു. ഓക്കെ, അടുത്തത് 0 1 0 0 എഴുതുന്നു. അടുത്തത് 1 0 0 1 എഴുതുന്നു. പിന്നീട് 0 0 1 0 എഴുതുന്നു. പിന്നീട് എന്താണ് 0 0 1 0 എഴുതുന്നു. പിന്നീട് 0 1 0 0 എഴുതുന്നു. പിന്നീട് 1 0 0 1 എഴുതുന്നു. അതിന് ട്രാൻസ്പോസ് എടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ഇത് 1 × 1. ഓക്കെ, ഇവിടെ 0 × 0 മൈനസ് 0 × 0 1 തന്നെയാണ്. 1 0 × 0 മൈനസ് 1 × 0 0. ഓക്കെ, ഇത് 0 0 1 0 0 0 1. ഇതിൻ്റെ ഇൻവേഴ്സ് എടുത്താൽ എന്താവും? നമുക്ക് വീണ്ടും 1 0 0 0 1 0 0 0 1 എഗെയിൻ ഐ തന്നെ കിട്ടും. ഇത് ഐ ആണ്. ഐയുടെ ട്രാൻസ്പോസ് എടുത്താലും ഐ തന്നെയാണ്, ഐയുടെ ഇൻവേഴ്സ് എടുത്താലും ഐ തന്നെയാണ് എന്നുള്ള സംഭവം നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ അഡ്ജോയിൻ്റ് കിട്ടിയിട്ടുള്ളൂ. ഈ അഡ്ജോയിൻ്റെ കൂടെ നമ്മൾ 1/determinant of കണ്ടുപിടിക്കണം. determinant of ഐ നമുക്ക് 1 എന്നറിയാം. അതുകൊണ്ട് ഇത് തന്നെയായിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇൻവേഴ്സ് ഐ എടുത്ത് ഐയുടെ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഐ തന്നെ ആയിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ്. ഓക്കെ, സോ അതാണ് ഇൻവേഴ്സ്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാനുള്ളത് റാങ്ക് ഓഫ് എ മെട്രിക്സ്. റാങ്ക് ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് റോസ് ഓർ കോളംസ് ഇൻ എ മെട്രിക്സിനെയാണ് നമ്മൾ റാങ്ക് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ആണ് ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ടത്. മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് റോസ് ഓർ കോളംസ് ഇൻ എ മെട്രിക്സിനെയാണ് നമ്മൾ റാങ്ക് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത്. ഈ റാങ്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസിനെ എത്രത്തോളം സൊല്യൂഷൻ, നോ സൊല്യൂഷൻ ആണോ, ഇൻഫിനിറ്റ് സൊല്യൂഷൻ ആണോ, യൂണിക് സൊല്യൂഷൻ ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അത് നമ്മൾ വഴിയെ പഠിക്കും. അപ്പം ഇപ്പം നമ്മൾ തൽക്കാലം റാങ്ക് എന്താണെന്ന് മനസ്സിലാക്കുക. മാക്സിമം നമ്പർ ഓഫ് ലീനിയർ ഇൻഡിപെൻഡൻറ്റ് റോസ് ഓർ കോളംസ് ഇൻ എ മെട്രിക്സിനെയാണ് റാങ്ക് എന്ന് വിളിക്കുന്നത്. എങ്ങനെ റാങ്ക് കണ്ടുപിടിക്കുക? ഓക്കെ, എങ്ങനെ റാങ്ക് കണ്ടുപിടിക്കാം? നമുക്ക് ഒരു സ്ക്വയർ മെട്രിക്സ് ഉണ്ട്. ഒരു സ്ക്വയർ മെട്രിക്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ പേര് എ എന്നാണെന്ന് വയ്ക്കുക. അതിൻ്റെ ഡിറ്റർമിനൻറ്റ് ഞാൻ കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, ആ ഡിറ്റർമിനൻറ്റ് എന്തൊക്കെ വാല്യൂ ആവാം? ഒന്ന് 0 ആവാം, ഒന്ന് നോട്ട് ഈക്വൽ ടു 0 ആവാം. ഇപ്പോൾ 0 ആകുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച് അതിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ മാത്രമേ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് നോട്ട് ഈക്വൽ ടു 0 ആണ് എങ്കിൽ, എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടെങ്കിൽ, 0 അല്ലാതെ എന്തെങ്കിലും പ്ലസോ മൈനസോ എന്തെങ്കിലും വാല്യൂ ഉണ്ടെങ്കിൽ അതിൻ്റെ റാങ്ക് അതിൻ്റെ സൈസിന് ഈക്വൽ ആയിരിക്കും. 0 ആണെങ്കിലോ നമ്മൾ ഡിറ്റർമിനൻ്റ് എടുക്കുമ്പോൾ 0 കിട്ടുന്നെങ്കിൽ അതിൻ്റെ റാങ്ക് വിൽ ബി ലെസ് ദാൻ ഇറ്റ്സ് സൈസ്. അതായത് ഒരു 3/3 മെട്രിക്സ് ആണ്, ഒരു 3/3 മെട്രിക്സ് ആണ് എന്ന് വെക്കുക ബി എന്ന് പറയുന്നത്. ഓക്കെ, ബി ഞാൻ അതിൻ്റെ മോഡുലസ് അല്ലെങ്കിൽ ഡിറ്റർമിനൻ്റ് നമ്മൾ എടുത്ത്, അപ്പം ഇവിടെ ഡിറ്റർമിനൻ്റ് എടുത്തപ്പോഴത്തേക്ക് എനിക്ക് അതിൻ്റെ വാല്യൂ ഒരു 2 കിട്ടി, അല്ലെങ്കിൽ -3 കിട്ടി, അല്ലെങ്കിൽ 5 കിട്ടി. എന്താണെങ്കിലും അതിൻ്റെ റാങ്ക് എന്തായിരിക്കും? അതിൻ്റെ റാങ്ക് 3 തന്നെ ആയിരിക്കും. അതേസമയം അതിൻ്റെ ഡിറ്റർമിനൻ്റ് ഞാൻ എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് 0 ആണെങ്കിൽ അതിൻ്റെ റാങ്ക് വിൽ ബി ലെസ് ദാൻ 3 എന്ന് എനിക്ക് പറയാൻ പറ്റൂ. അത് ഏത് വാല്യൂ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിന് വേണ്ടി എന്ത് ചെയ്യണം? അതിനെ റോ ഇക്വിലോൺ എന്ന് പറയുന്നൊരു ഫോം ഉണ്ട്, അതിലേക്ക് കൺവേർട്ട് ചെയ്യുക. എന്നിട്ട് കൗണ്ട് ദ നോൺ സീറോ റോസ്. ഇതാണ് പിന്നെയുള്ള പ്രൊസീജിയർ. റോ ഇക്വിലോൺ ഫോം ആക്കിയിട്ട് നോൺ സീറോ റോസിനെ കൗണ്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് നമുക്ക് പഠിക്കാം. എങ്ങനെയെന്ന് പഠിക്കാം. ആദ്യം നമുക്കൊരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് അത് ആ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാം. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. റാങ്ക് ഓഫ് എ മെട്രിക്സ്, ഇതിൻ്റെ റാങ്ക് കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ ആദ്യമേ നമ്മൾ എന്തായിരിക്കും ചെയ്യേണ്ടത്? ഈ റാങ്കിൻ്റെ പേര് എ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? അതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കണം. ഡിറ്റർമിനൻ്റ് എടുക്കുമ്പോൾ അത് 2ഓ 3ഓ 5ഓ 6.5ഓ ഒക്കെയാണ്, -3ഓ ഒക്കെ ആണെങ്കിൽ എന്താണ് അതിൻ്റെ റാങ്ക് എന്ന് പറഞ്ഞാൽ 3 തന്നെ ആയിരിക്കും. ഇതായിരിക്കും ആൻസർ. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അഥവാ എനിക്ക് 0 ആണ് കിട്ടുന്നത് എങ്കിൽ എന്തായിരിക്കും സംഭവം? ലെസ് ദാൻ 3 ആയിരിക്കും. അപ്പോൾ ഒന്നുകിൽ 1 ആവാം, അല്ലെങ്കിൽ 2 ആവാം, 3ഓ 4ഓ അല്ലെന്നുള്ള കാര്യം ഉറപ്പാണ്. ഓക്കെ,
പക്ഷെ എന്താണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റോ എക്കലോൺ ഫോം ആക്കി മാറ്റി കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഈ കേസിൽ എങ്ങനെയാണെന്ന് ചെയ്ത് നോക്കാം. ഈ കേസിൽ നമ്മൾ മോഡ് എടുക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും 0 കിട്ടും. കാരണം എങ്കിലും നമ്മൾ കഷ്ടപ്പെട്ട് റോ എക്കലോൺ ഫോം ആക്കത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അവർ 0 വെട്ട് പ്രത്യേകിച്ച് നമുക്ക് തരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 0 കിട്ടി. നമ്മൾ റോ എക്കലോൺ ഫോം ആയി കൺവേർട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, 2 3 5 ഒക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് 3 തന്നെ എഴുതാമായിരുന്നു. ഇവിടെ ഇപ്പോൾ തൽക്കാലം 0 ആണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ റോ എക്കലോൺ ഫോം ആയിട്ട് കൺവേർട്ട് ചെയ്യണം. എന്താണ് റോ എക്കലോൺ ഫോം നമുക്ക് ആരും നോക്കാം. റോ എക്കലോൺ ഫോമിന് വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഒരു മെട്രിക്സ് ഉണ്ടെന്ന് വയ്ക്കുക. അപ്പോൾ അത് ഇപ്പം 2 3 4 5 6 7. ഓക്കെ, അടുത്തത് 0 3 5 7 8 9. 0 0 2 4 7 3. 0 0 0 7 4 9. ഇങ്ങനെ എഴുതുന്ന ഫോമിനെയാണ് നമ്മൾ റോ എക്കലോൺ ഫോം എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഒരു നമ്പർ ഉണ്ട്, അടുത്തൊട്ട് താഴെ 0, ഇവിടെ അത് ഒരു 0 ആയി. ഓക്കെ, ഇവിടെ അത് കഴിഞ്ഞൊരു നമ്പർ ഉണ്ട്, ഇത് നമ്മൾ പിവട്ട് എന്നാണ് വിളിക്കുന്നത്. ഈ നമ്പറിനെ പിവട്ട് എന്നാണ് വിളിക്കുന്നത്, ഇതും പിവട്ട്. ഓക്കെ, പിന്നെ 2 0 കഴിഞ്ഞിട്ടൊരു പിവട്ട്, പിന്നെ 3 0 കഴിഞ്ഞൊരു പിവട്ട്. ഈ ഒരു ഫോമിനെയാണ് നമ്മൾ റോ എക്കലോൺ ഫോം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത് നമുക്ക് സ്ക്വയർ മെട്രിക്സിന് മാത്രമല്ല, നമുക്ക് എന്താ ഒരു റെക്ടാങ്കുലർ മെട്രിക്സിനും ഈ ഒരു റോ എക്കലോൺ ഫോം ഉണ്ടാക്കാൻ പറ്റും. അതിനുശേഷം റാങ്ക് എങ്ങനെ കണ്ടുപിടിക്കുന്ന അറിയാമോ? ഇതിനകത്ത് അവസാനം ഈ ഒരു ഫോമിൽ കൺവേർട്ട് ചെയ്തതിന് ശേഷം എന്തുമാത്രം നോൺ സീറോ റോസ് ഉണ്ട് അതാണ് ഇതിന്റെ റാങ്ക്. ഇപ്പം ഇവിടെ 4 എണ്ണം ഉണ്ടല്ലോ, അപ്പം 4 ആണ് ഇതിന്റെ റാങ്ക്. ഇനി ഈ 4ാമത്തെ ഈ റോയും മൊത്തം 0 എന്ന് നോക്കി, 3 ആയിരിക്കും ഇതിന്റെ റാങ്ക്. ഈ 2 എണ്ണം മൊത്തം 0 എന്ന് നോക്കി, അങ്ങനെയാണെങ്കിൽ 2 ആയിരിക്കും ഇതിന്റെ റാങ്ക്. അങ്ങനെയാണ് നമ്മൾ റോ എക്കലോൺ ഫോം വെച്ചിട്ട് റാങ്ക് കണ്ടുപിടിക്കുന്നത്. മനസ്സിലായല്ലോ? നമ്മൾ റോ എക്കലോൺ ഫോം ചെയ്യുന്ന വെച്ചാൽ റോ ഓപ്പറേഷൻസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതെങ്ങനെ നമുക്ക് നോക്കാം. അതായത് നമുക്ക് റോസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. റോസിനെ ഏതെങ്കിലും നമ്പർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനോ ഏതെങ്കിലും ഒരു റോയിനെ വേറൊരു ഫാക്ടർ ആയിട്ട് കൂട്ടാനോ കുറയ്ക്കാനുള്ള അധികാരമുണ്ട്. ഈ ഒരു എക്സാമ്പിൾ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഇത് കണ്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞ A നമ്മൾ എടുത്ത്, ഇനി നമ്മൾ ആദ്യം ചെയ്യുന്നത് R1നെ R2നെയും കൂടെ നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. അപ്പം ഇത് ഇങ്ങോട്ടാവും, ഇത് മേലോട്ടാവും. ഓക്കെ അല്ലേ? അപ്പം ഇത് -1 -1 മോളിൽ വന്ന് -4 -1 -1 ഇവിടെ വന്നു. അടുത്ത നമ്മൾ R2 - 4R1. നമ്മൾ എന്തിനാ ഇത് ചെയ്യുന്നത് അറിയാമോ? മൊത്തം 1 ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1ന്റെ ടേംസിൽ താഴത്തെ എണ്ണത്തിനെ മാറ്റി എളുപ്പമാണ്. കാരണം 1ന്റെ കൂടെ ഏത് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് ആ നമ്പർ കിട്ടും. അപ്പം അങ്ങനെ ഒരു യൂസ് 1നുണ്ട്. അതുകൊണ്ട് നമ്മൾ 1 ഉണ്ടെങ്കിൽ ആദ്യം 1 ആക്കാൻ നോക്കും. അങ്ങനെ ആക്കിയും കുഴപ്പമില്ല, നിങ്ങളുടെ ലോജിക്ക് വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അടുത്ത നമ്മൾ ചെയ്തത് R2, ഈ R2 R2 - 4R1 എന്നുള്ള രീതി. അതായത് നമ്മൾ ഈ R2 എന്ന് പറയുന്ന സാധനത്തിനെ R2 - 4 times of R1 എന്ന് ചെയ്തു. എന്തിനാ വേണ്ടിയിട്ടാണ്? ഈ സാധനം 0 ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇവിടെ എന്താ, ഈ ഒരു നമ്പർ എന്ത് സംഭവിക്കും? ഈ രണ്ടാമത്തെ റോ നമുക്ക് എഴുതി നോക്കാം. എങ്ങനെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി എഴുതുന്നതാണ്. 1 - 1 ഓക്കെ അല്ലേ, ഇൻറ്റു -of 4 times of R1 ആണ് ചെയ്യേണ്ടത്. R1 എന്താ, ഇവിടെ 3 എടുത്ത് -1 -1 -1 -1. അപ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വാല്യൂ കിട്ടുന്നത്? ഇത് 0 ആവും, ഇത് 5 ആവും, ഇത് 3 ആവും. 0 5 3 എഴുതിയുണ്ടോ? അങ്ങനെ നമ്മൾ റോ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ R3 മാറ്റി R3 + 7R1 കൂടെ നമ്മൾ ചെയ്യും. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 2 എണ്ണം ഇവിടെ 2 എണ്ണം നമുക്ക് 0 കിട്ടി. ഇനി നമുക്ക് ഇതും കൂടെ 0 ആക്കണം. കാരണം ഇവിടെ ഒരു 0 വന്ന് ഇവിടെയും 0 ആവണം. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതും കൂടെ 0 ആക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ R3 + 2R2 ചെയ്താൽ ഇത് 0 ആവും. പക്ഷേ ഇത് 0 ആവുന്നതിന് കൂടെ ഇതും കൂടെ അങ്ങ് 0 ആയി പോയി. അത് ഓട്ടോമാറ്റിക്കായിട്ട് ആവുന്നു. ഇത് നമ്മൾ ആക്കുന്നതല്ല, ഇതങ്ങ് ആയിപ്പോവും. ചിലപ്പോൾ ഇതാവും, ഇതായില്ലേ 4 ആയിരുന്നെങ്കിൽ റാങ്ക് 3 ആയിരുന്നു തന്നെ. പക്ഷേ ഇവിടെ നമുക്ക് 0 ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആയിപ്പോയി. അതുകൊണ്ട് റാങ്ക് 2 എന്ന് പറയാൻ പറ്റും. കാരണം നോൺ 0 ആയിട്ടുള്ള 2 ആൻസർ 2 ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഈ റാങ്കിന്റെ കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് യൂണിക് ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസിനെ നമുക്ക് യൂണിക് ആണോ, ഇൻഫിനിറ്റ് സൊല്യൂഷൻ ആണോ, നോ സൊല്യൂഷൻ ആണോ തരുന്നതെന്ന് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമേ നമ്മൾ റാങ്ക് ഓഫ് ദ മെട്രിക്സ് കണ്ടുപിടിക്കണം. ഓക്കെ, അതിനുശേഷം നമ്മൾ ആ ഒരു ഇക്വേഷനെ നമ്മൾ ഈ ഒരു ഫോമിൽ എഴുതണം. എങ്ങനെയാണെന്നറിയാമോ? ഉദാഹരണത്തിന് ഇങ്ങനെ ഒരു ഇതാണ് നമുക്ക് ഉണ്ടാക്കുന്ന വെച്ചോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നോർമലായിട്ട് ഈ 3 എണ്ണം വെച്ചിട്ട് ഒരു മെട്രിക്സ് ഫോം ചെയ്യണം. ABC DEF GHI നമ്മൾ ഫോം ചെയ്തു. ഇനി നമുക്ക് A എന്ന് വിളിക്കാം. ഓക്കെ, അടുത്തത് നമ്മൾ A⁻B എന്ന് പറയുന്നത് ഇങ്ങനൊരു ഫോം. അതായത് നമ്മൾ ഈ ഒരു ഇവിടുത്തെ കോൺസ്റ്റന്റ് കൂടെ കയറ്റി ഒരു മെട്രിക്സ് ഫോം ചെയ്യും. അപ്പം A മെട്രിക്സും കിട്ടി,
എ ബാർ ബി മെട്രിക്സും കിട്ടി. അതിന് നമുക്ക് ഓഗ്മെന്റഡ് മെട്രിക്സ് എന്ന് വിളിക്കാം, ഓഗ്മെന്റഡ് മെട്രിക്സ്. അപ്പോൾ നോർമൽ മെട്രിക്സും ഓഗ്മെന്റഡ് മെട്രിക്സും നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ റാങ്കും കണ്ടുപിടിക്കണം, ഇതിന്റെ റാങ്കും കണ്ടുപിടിക്കണം. അതിനുശേഷമാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ റാങ്ക് കണ്ടുപിടിക്കാൻ? നമുക്കിപ്പോൾ അറിയാം, സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ റാങ്ക് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. റെക്ടാങ്കുലർ മെട്രിക്സ് ആണെങ്കിൽ റോ എക്കലോൺ ഫോം ആക്കണം, അത് നമുക്ക് എങ്ങനെയാണെന്ന് അറിയാം. ഏതെങ്കിലും ഒരു മെട്രിക്സ് തന്നിട്ട് അതിന്റെ മോഡൽസ് എടുത്തിട്ട് മോഡൽസ് 0 ആവുന്ന കേസും ഉണ്ട്, മോഡൽസ് നോട്ട് ഈക്വൽ ടു 0 ആവുന്ന കേസും ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എങ്ങനെയാണ് മാറുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബാർ ബിയും ഉണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് 3 രീതിയിൽ നമുക്ക് കിട്ടാൻ പറ്റും. ഒന്ന് റാങ്ക് എയും റാങ്ക് എ ബാർ ബിയും n-ന് ഈക്വൽ ആയിരിക്കും. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റോസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് കോളംസ്. നമ്പർ ഓഫ് റോസ് ആണ്, നമ്പർ ഓഫ് കോളംസ് വരില്ല, നമ്പർ ഓഫ് റോസ് ആണ് വരിക. അപ്പോൾ നമ്പർ ഓഫ് റോസിന് ഈക്വലന്റ് ആണ്. അപ്പോൾ ഈ റാങ്ക് എയും റാങ്ക് ബിയും നമ്പർ ഓഫ് റോസിന് ഈക്വൽ ആയിട്ട് വരുന്ന ഒരു കേസിൽ നമുക്ക് യുണീക് സൊല്യൂഷൻ ഉണ്ടെന്ന് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി റാങ്ക് എ ബാർ ബിയും അല്ലെങ്കിൽ ഓഗ്മെന്റഡ് മെട്രിക്സും ഈക്വൽ ആണ്, പക്ഷേ അത് ലെസ് ദാൻ n ആണ്. ആ ഒരു നമ്പർ ഓഫ് റോസിനേക്കാൾ കുറവാണ് അതിന്റെ ഈ രണ്ടെണ്ണത്തിന്റെ റാങ്ക്. ഈ രണ്ട് ഈക്വൽ ആണ്, പക്ഷേ ലെസ് ദാൻ n ആണെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം? ഇൻഫിനിറ്റ് സൊല്യൂഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ റാങ്ക് എ ലെസ് ദാൻ റാങ്ക് എ ഓഗ്മെന്റഡ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നോ സൊല്യൂഷൻ. അപ്പൊ ഇത് പഠിക്കണം, ഇത് നമ്മൾ നല്ലപോലെ പഠിക്കണം. ഓക്കെ, ഇതറിയാമെങ്കിൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും. നമുക്കിത് ഒരു എക്സാമ്പിൾ വഴി നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, ആദ്യമേ ഞാൻ ഇതിൽ എഴുതിയതിന്റെ രീതി ഞാൻ പറഞ്ഞു തരാം, അതിനുശേഷം നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കാം. ഇവിടെ കണ്ടോ, എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 1, ഇവിടെ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 2. അപ്പം ഒരേ ഇക്വേഷന് 2 വാല്യൂ വരുന്ന കേസ്. അപ്പം ഓൾറെഡി നമുക്ക് ഇവിടെ തന്നെ നമുക്ക് അറിയാം ഒരു സൊല്യൂഷൻ കിട്ടത്തില്ല. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 1ഉം എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 2 ആണ്. സി, അപ്പം ഒരു സൊല്യൂഷൻ കിട്ടത്തില്ല നമുക്ക് ഇതിനകത്ത് തന്നെ അറിയാം. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൊല്യൂഷൻ ഒന്നും കിട്ടാൻ പോകുള്ളൂ. കാരണം എക്സ് പ്ലസ് വൈക്ക് 2 വാല്യൂ വരുക, 1ഉം എക്സ് പ്ലസ് വൈ തന്നെ 2 ആയി. സി, അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം വരും. ഇനി ഇവിടെ നമുക്ക് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈക്വൽ ടു 3, എല്ലാം 1 ആണ്. എക്സ് 1, വൈ 1, ഇസഡ് 1, 3 ആണ്. ഇത് 1, ഇത് 1, ഇത് 1 ആണെങ്കിൽ 4 ആവും. ഇവിടെ എക്സും വൈ ഇസഡും 1 ഇട്ട് കഴിഞ്ഞാൽ 5 ആവും. അപ്പം ഇവിടെ ഒരു യുണീക് സൊല്യൂഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എക്സ് പ്ലസ് വൈ 4, അതിന്റെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ആയി എഴുതിയിരിക്കുന്നത് 2x പ്ലസ് 2y ഈസ് ഈക്വൽ ടു 8. അപ്പോൾ ഒരു ഇക്വേഷൻ മാത്രമേ ഉള്ളൂ, 2 വേരിയബിൾ ഉണ്ട്. ആ സമയത്ത് നമുക്ക് ഇൻഫിനിറ്റ് സൊല്യൂഷൻ ആണ്. എക്സിന് ഒരു വാല്യൂ കിട്ടിയാൽ പകരം വൈക്ക് ഒരു വേറെ വാല്യൂ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻഫിനിറ്റ് സൊല്യൂഷൻ. ഇങ്ങനെ തന്നെയാണോ നമുക്ക് റാങ്ക് വെച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നതെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പം 1-നകത്ത് നമുക്ക് എ മെട്രിക്സും എ ബാർ ബി മെട്രിക്സും നമ്മൾ കണ്ടുപിടിച്ച് എന്നിട്ട് നമ്മൾ റോ ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിക്കോളുക. ഞാൻ വീണ്ടും പറയുന്നില്ല, അത്രയും ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു തന്നെയാണ്. നിങ്ങൾ വേണമെങ്കിൽ അത് പാസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിക്കോളുക. നിങ്ങളൊരു കാര്യം ചെയ്യുക, ആദ്യമേ ഒന്ന് പോസ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കുക, അതിനുശേഷം ഇത് ചെക്ക് ചെയ്യുക. അപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ ക്ലാരിറ്റിയിൽ മനസ്സിലാവും. അപ്പോൾ ഇവിടെ നമുക്ക് റാങ്ക് 1, ഇത് റാങ്ക് 2ഉം കിട്ടി. അപ്പോൾ എ മെട്രിക്സിന്റെ റാങ്ക് എ ബാർ ബി മെട്രിക്സിനെക്കാട്ടും ചെറുതായതുകൊണ്ട് നോ സൊല്യൂഷൻ ആണ്. ഇത് തന്നെയായിരുന്നു നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന കൺസെപ്റ്റ്. അതുപോലെ തന്നെ ആൻസർ 2 നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈക്വൽ ടു ആണ് കേട്ടോ, -3 അല്ല. സോ ഇതിന്റെ റാങ്ക് നമ്മൾ ചെയ്ത് അപ്പോൾ 3 കിട്ടി. എ ബാർ ബി ചെയ്താൽ അത് നമുക്ക് 3 തന്നെ കിട്ടും. അപ്പം 2 റാങ്കും സെയിം ആണ്. മാത്രമല്ല ഇത് നമ്പർ ഓഫ് റോസിന് ഈക്വലന്റും ആണ്. അതുകൊണ്ട് ഇതിന് യുണീക് സൊല്യൂഷൻ എന്ന് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, യുണീക് സൊല്യൂഷൻ. അപ്പോൾ അടുത്ത നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ റാങ്ക് 1 കിട്ടി, ഇവിടെ റാങ്ക് 1 കിട്ടി. അപ്പോൾ 2 റാങ്ക് സെയിം തന്നെയാണ്, പക്ഷേ അത് നമ്പർ ഓഫ് റോസിനേക്കാൾ ചെറുതാണ്. ഇത് നമ്പർ ഓഫ് റോസിന് ഈക്വലന്റ് അല്ല, ചെറുതാണ്. നമ്പർ ഓഫ് റോസിനേക്കാൾ ചെറുതായതുകൊണ്ട് ഇൻഫിനിറ്റ് സൊല്യൂഷൻസും കിട്ടും. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് സൊല്യൂഷൻസ് യുണീക് സൊല്യൂഷൻ ആണോ ഇൻഫിനിറ്റ് സൊല്യൂഷൻ ആണോ അത് നോ സൊല്യൂഷൻ ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അത്ര സിമ്പിളായ കാര്യമാണ്. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി ഒരു കാര്യം കൂടെ അതിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ പണ്ടത്തെ ക്വസ്റ്റ്യൻസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി മെട്രിക്സ് പി നമുക്ക് സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെയും ഒരു സം ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അതായത് പി എന്നൊരു മെട്രിക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഒരു മെട്രിക്സ് ഒരു സം സോർട്ട് ഓഫ് മെട്രിക്സിന്റെ ഒരു സിമെട്രിക് ആയിട്ടുള്ള മെട്രിക്സും സം സോർട്ട് ഓഫ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെയും സം ആയിട്ട് നമുക്ക് പിനെ എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ആ കേസിൽ സിമെട്രിക് മെട്രിക്സും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിനെ നമുക്ക് വി എന്ന് വിളിക്കാമെങ്കിൽ ആ രണ്ടും എങ്ങനെ കണ്ടുപിടിക്കും? പി പ്ലസ് പി ടി പി ട്രാൻസ്ഫോം ഡിവൈഡ് ബൈ 2 ചെയ്ത സിമെട്രിക് മെട്രിക്സ് കിട്ടും. ഓക്കെ, പി മൈനസ് പി ട്രാൻസ്ഫോം ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് കിട്ടും. ഓക്കെ, അപ്പം പി പ്ലസ് പി ട്രാൻസ്പോസ് ഡിവൈഡ് ബൈ 2 ചെയ്താൽ സിമെട്രിക് മെട്രിക്സ് കിട്ടും. പി മൈനസ് പി ട്രാൻസ്പോസ് ഡിവൈഡ് ബൈ 2 ചെയ്താൽ നമുക്ക് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ബി കിട്ടും. ഇവിടെ നമുക്ക് എസ് പ്ലസ് ബി ചെയ്ത് നോക്കിയാലോ? എസ് പ്ലസ് ബി ചെയ്ത് നോക്കിയാൽ പി പ്ലസ് പി ട്രാൻസ്ഫോം
plus p minus p transform divided by 2 is equal to 2p by 2 is equal to p എന്ന് കിട്ടും. അതായത് നമുക്ക് p തന്നെയാണ് ഈ ഒരു സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ സമ്മായിട്ട് നമുക്ക് കിട്ടിയത്. അപ്പം അങ്ങനെ ഒരു ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്, അത് മനസ്സിലായിക്കോളാം. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, എ മെട്രിക്സ് പി ഈസ് കമ്പോസ്ഡ് ഓഫ് ഇറ്റ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് പാർട്ട് ഇഫ് ഓക്കെ ഇത് സിമെട്രിക് പാർട്ടും സ്ക്യൂ സിമെട്രിക് പാർട്ടും തന്നിട്ടുണ്ട്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും മെട്രിക്സ് പി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക, നമുക്ക് ആ ഒരു സിമെട്രിക് പാർട്ടും സ്ക്യൂ സിമെട്രിക് പാർട്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് നമ്മുടെ മെട്രിക്സ് പി തിരിച്ചു കിട്ടും അല്ലേ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ആഡ് ചെയ്ത് നോക്കിയാൽ മതി. -4 + 0 0, അപ്പം -4 തന്നെ, ഈ രണ്ടിൽ ഏതോ ഒന്നാണ് നമുക്ക് അപ്പോൾ തന്നെ മനസ്സിലായി. 4 - 2 വരണം, അപ്പം 4 - 2 ഇതാണ് ബി ആണ് ആൻസർ വരിക. ഓക്കെ അല്ലേ. അപ്പോൾ അതാണ് നമുക്ക് ബേസിക്കലി ലീനിയർ അൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ഇതുവരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിനകത്ത് നിന്ന് നമ്മൾ എടുത്തിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇനി ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്, ക്വസ്റ്റ്യൻ ബാങ്കിനകത്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ഇട്ടിട്ടുണ്ട്. അതുകൂടെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ ചാപ്റ്റർ നല്ല ഗ്രിപ്പ് ഉണ്ടാവും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. നമുക്ക് അടുത്ത ക്ലാസ്സിലെ കാൽക്കുലസ് പഠിക്കാം.